ജൂൺ 1 ഞങ്ങള് വേൾഡ് കപ്പ് ഫേവറേറ്റ്സ് എന്ന സീരീസ് തുടങ്ങിയിട്ട് ബ്രസീലും അർജന്റീനയും ഇംഗ്ലണ്ടും ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും നെതർലൻഡ്സും കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഈ സീരീസിലെ അവസാനത്തെ എപ്പിസോഡ് അല്ല, ഇനി 2 എപ്പിസോഡ് വരാനുണ്ട്. പക്ഷെ ഫേവറേറ്റ് ടീം എന്ന രീതിയിൽ ഒരു ടീമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസാനത്തെ ഫേവറേറ്റ് പോർച്ചുഗൽ. ഈ ഒരു ഓർഡറിൽ അല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സമയത്തിന്റെ ലഭ്യത നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തര് ഇതിനെക്കുറിച്ച് അനാലിസിസ് പഠിച്ചിട്ടും ഇതിനെക്കുറിച്ചുള്ള ഗാഢമായ ചിന്തയും ചർച്ചയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. പോർച്ചുഗലിനെ കുറിച്ച് പറയുമ്പോൾ അറിയാലോ, ഈ ചാനല് ഞങ്ങള് പ്രൊഡോമിനന്റ്ലി ഞങ്ങളെല്ലാവരും ലിവർപൂൾ ഫാൻസ് ആണ്. പക്ഷെ അല്ലാത്ത ക്ലബുകളെ കുറിച്ചും മറ്റ് പ്രീമിയർ ലീഗ് ടൈമിൽ ഞങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നത്, പ്രീമിയർ ലീഗ് വീക്കെൻഡ്സിൽ നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു സീരിയസ് ഒരു ട്രാൻസ്ഫർ ലൈവ് സീരീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ വിൻഡോനെ ട്രാക്ക് ചെയ്യാനായിട്ട്. അതിൽ കുറച്ച് ലിവർപൂൾ ഫാൻസ് അല്ലാത്തവർ വരുന്നുണ്ട്. പോർച്ചുഗലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ചർച്ചയ്ക്കും ഈ സ്ക്വാഡിനെ കുറിച്ചൊക്കെ വരുന്ന മുമ്പ് ലിവർപൂൾ പ്ലെയർ എന്നും പോർച്ചുഗൽ സ്ക്വാഡിൽ ഉണ്ടാവും, ഡിയോഗോ ജോട്ട. എനിക്ക് ഏറ്റവും എന്താ പറയാ, ഒരു ഇമോഷണൽ ഒരു സാധനം ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് എനിക്ക് പോർച്ചുഗൽ ഫാൻസിനോടാണ് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കാറിൽ യാത്ര ചെയ്തിരുന്നു. പല പോസ്റ്ററുകളും കൊടികളും എന്താ പറയാ ബാനറുകളും ഫ്ലക്സും ഒക്കെ കണ്ടു. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും. പോർച്ചുഗൽ ഫാൻസ് എല്ലാ പോസ്റ്ററിലും ജോട്ടയുടെ മുഖം, ജോട്ടയെ കുറിച്ചുള്ള പരാമർശം, ഇതൊക്കെ അവര് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗലിന് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് ജോട്ട, അത്രത്തോളം പ്രിയപ്പെട്ടവനാണ് ലിവർപൂൾ ഫാൻസിന് എല്ലാവർക്കും. ലോകമെമ്പാടും ലിവർപൂൾ ഫാൻസിന്, ആക്ച്വലി കേരളത്തിൽ മാത്രമല്ല. കേരളത്തിൽ അങ്ങനെ പോസ്റ്റർ കണ്ട് അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ലിവർപൂൾ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ജോട്ടയാണ് എന്ന് പറയാൻ, ജോട്ടയെ കുറിച്ച്, ജോട്ട കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അറിയാത്തവർ ജോട്ടയെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയും ജോട്ടയെ കുറിച്ച് വായിച്ച് അറിയാൻ അത് ഈ പോസ്റ്ററുകളൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക് യു. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. നിങ്ങളുടെ വേദന ഞങ്ങളുടെ വേദനയാണ്. സോ ജോട്ടയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുറന്നെന്ന് എനിക്കൊരു ഉൾവിളി ഉണ്ടായിരുന്നു. ജോട്ടയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്ക്വാഡിൽ ജോട്ടയുണ്ട്, ലിവർപൂൾ സ്ക്വാഡിൽ ഫോർ എവർ ജോട്ടയുണ്ട്. ആ ഒരു സ്പിരിറ്റിൽ, ജോട്ടയുടെ സ്പിരിറ്റിൽ നമുക്ക് തുടങ്ങാം. യെസ്, പോർച്ചുഗൽ കിഡിലൻ സ്ക്വാഡാണ്. അതായത് എന്നും ഒരാളുടെ ചുമലിൽ, എനിക്ക് തോന്നുന്നു ലൂയി ഫിഗോയുടെ ചുമലിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചുമലിലേക്ക് പോർച്ചുഗലിന്റെ ടീമിന്റെ റെയിൻസ് കൊടുത്തപ്പോ എന്നും ഒരു സ്ക്വാഡിൽ ഒരു 5, 4, 5, 6 നല്ല പ്ലേയേഴ്സ് ഉണ്ടാവും. എല്ലാം ശ്രീ റൊണാൾഡോയുടെ ഷോൾഡേഴ്സിലാണ് പ്രഷർ വരുന്നത്. പക്ഷെ ഇത്തവണ ഐ ക്യാൻ സീ എ സ്ക്വാഡ്. ആൻഡ് എനിക്ക് ലോക ഫുട്ബോളിൽ നമ്മൾ മെസ്സിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, നമ്മൾ അടുത്ത വരാൻ പോകുന്ന എംബാപ്പയെ കുറിച്ചും ഹാലൻഡിനെ കുറിച്ചും പറഞ്ഞു. എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയ ഒരു കോട്ട് ഉണ്ട്, ജെഫ്രി ബോയ്ക്കോട്ടിന്റെ കോട്ടാണ്. അതായത് സച്ചിൻ ടെണ്ടുൽക്കർ ഒരിക്കലും ലോർഡ്സിൽ സെഞ്ചുറി അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ലോർഡ്സിൽ സെഞ്ചുറി അടിച്ചാൽ ഓണേഴ്സ് ബോർഡിൽ പേര് വരും. അപ്പോ ജെഫ്രി ബോയ്ക്കോട്ടാണ് പറഞ്ഞത്, അത് സച്ചിന് നഷ്ടമല്ല, ആ ഓണേഴ്സ് ബോർഡിന്റെ നഷ്ടമാണ്. റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് ജയിക്കാതെ റിട്ടയർ ആയി കഴിഞ്ഞാൽ അത് റൊണാൾഡോനെക്കാട്ടും അതൊരു വേൾഡ് കപ്പിന് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ലിവർപൂൾ ഫാനാണ്. കുട്ടിക്കാലം തൊട്ട് റൊണാൾഡോനെ വെറുത്ത്, അതായത് യുണൈറ്റഡിൽ കളിക്കുന്ന റൊണാൾഡോനെ എതിർത്തും വെറുത്തും നിന്ന ഒരാളാണ്. പേഴ്സണലി എന്താ പറയാ, എനിക്ക് റൊണാൾഡോന്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇഷ്ടമല്ല. ബട്ട് വാട്ട് ഹി ഹാസ് അച്ചീവ്ഡ് ഇൻ ഫുട്ബോൾ ആൻഡ് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ ഫുട്ബോൾ, അതാണ് ഒരു വലിയൊരു കാര്യം. വാട്ട് ഹി ഹാസ് ഡൺ ഫോർ ഫുട്ബോൾ. റൊണാൾഡോ എന്താണ് ഫുട്ബോളിന് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ 2 വയസ്സിലെ കൊച്ചിന് വരെ റൊണാൾഡോനെ അറിയാം. അവന് ഫുട്ബോൾ എന്താന്ന് പോലും അറിയില്ല. ദാറ്റ് ഈസ് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ ഫുട്ബോൾ. ആ ഫുട്ബോൾ എന്ന ഒരു
ഗെയിമിനെ ബിയോണ്ട് ഹി ഹാസ് ടേക്കൺ. He's been a legend of the game. He's been a iconic athlete. ഒരു ആത്ലീറ്റ് എങ്ങനെ ആവണം എന്ന് കാണിച്ച ഒരാളാണ്. അപ്പോ നമുക്ക് പോർച്ചുഗലിനെ കുറിച്ച് പറയുമ്പോൾ റൊണാൾഡോനെ കുറിച്ച് പിന്നെ പറയാം. ഈ സ്ക്വാഡിന് റൊണാൾഡോവിന് വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗണേശ, ഒരു മെസ്സി ഫാൻ എന്ന രീതിയിൽ ഗണേശന്. മെസ്സി ഫാനാണ്, പക്ഷെ റൊണാൾഡോനെ എതിർപ്പിൽ. രണ്ടും ഡിഫറെന്റ് സ്കിൽ സെറ്റ് ഉള്ള പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ മെസ്സി കിങ് ആണെങ്കിൽ റൊണാൾഡോ ഇസ് എ വാരിയർ എന്ന് വേണം പറയാൻ. സോ എന്താ പറയാ, ഒരുമാതിരി വർക്ക് ഹൗസ് ആണ്, വർക്ക് അഡിക്റ്റ് ആണ്. ഇപ്പോ നീ പറഞ്ഞ പോലെ റൊണാൾഡോയുടെ സെലിബ്രേഷൻ വെച്ച് തന്നെ ഫുട്ബോൾ കളിക്കാരനാണെന്ന് പോലും അറിയാതെ തന്നെ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ മോള് റൊണാൾഡോയുടെ സെലിബ്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. സ്യൂ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയും. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് റൊണാൾഡോനെ കുറിച്ച് പറയുമ്പോൾ. സോ എന്താ പറയാ, ഒരു ഐഡിയലാണ് എല്ലാവർക്കും. അപ്പൊ ഇപ്പൊ വരുന്ന യങ് പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, റൊണാൾഡോ നീ പറഞ്ഞ പോലെ വേൾഡ് കപ്പിനാണ് നഷ്ടം പോർച്ചുഗൽ കപ്പടിച്ചില്ലെങ്കിൽ. അത്രത്തോളം ഈ ഫുട്ബോളിംഗ് ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യമാണ് പോർച്ചുഗൽ. ദിസ് ഇസ് ദ ബെസ്റ്റ് ചാൻസ് ടു വിൻ ദ വേൾഡ് കപ്പ് വേണം പറയാൻ. അതായത് മെസ്സിക്ക് ഈ ഒരു സ്ക്വാഡ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു, റൊണാൾഡോക്ക് ഇപ്പുണ്ട്. അപ്പോ സ്റ്റിൽ ഹി ഗോട്ട് ഇറ്റ്. ആക്ച്വലി ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ്സ് പറഞ്ഞ പോലെ മെസ്സി മൈറ്റ് പ്ലേ വെരി സ്ലോ, ലൈക്ക് പഴയ ഒരു മറ്റേ ബേസ്റ്റ് അറ്റാക്ക് ഒന്നും ഇല്ലെങ്കിലും, പക്ഷെ റൊണാൾഡോക്ക് ഇപ്പോഴും ആ പേസ് ഉണ്ട്. അതായത് ഹൈ ലെവലിൽ കളിക്കാനുള്ള പേസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ടീംമേറ്റ്സിന്റെ ടാക്ടിക്സ്, അതായത് മാനേജറുടെ ടാക്ടിക്സിന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഗെയിം പ്ലേ ഒക്കെ ഉണ്ടാക്കുക. നമുക്ക് പറയാം റൊണാൾഡോ ഗോൾ അടിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അൺലൈക്ലി ഗോൾ സ്കോറേഴ്സ് ആണ് പോർച്ചുഗലിന് വരാൻ പോകുന്നത്. അപ്പോ ഏകദേശം മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ആയിരിക്കും ഗോൾ വരിക. അപ്പോ അങ്ങനെ പറയുമ്പോൾ റൊണാൾഡോക്ക് ഗോൾ അടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ റൊണാൾഡോ മൈറ്റ് ബി ലൈക്ക് 1000 ഗോൾ അടിച്ച് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാന്നുള്ള രീതിയിലായിരിക്കും. ഹി മൈറ്റ് ഈവൻ ഗോ ഫോർ സം എന്താ പറയാ ഇൻഡിവിജ്വൽ ടാലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യായിരിക്കും. ബട്ട് അതൊക്കെ ടീം ജയിക്കുന്ന പൊസിഷനിൽ എത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി ഒരു ബാരിയർ ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷെ കൺസിഡറിങ് റൊണാൾഡോയുടെ ഇമേജ് ഇറ്റ്സ് ഗോണ ബി ഹ്യൂജ്. അതായത് അമേരിക്കൻ നമ്മളിപ്പോ അന്ന് ക്ലബ് വേൾഡ് കപ്പ് കാണാൻ നമ്മള് ഖത്തർ പോയ പോലെ അന്ന് എല്ലാരും സാല മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ റൊണാൾഡോയുടെ ഫാൻ ബേസ് അവിടെ പോയാൽ അറിയാൻ പറ്റും എത്രത്തോളം റൊണാൾഡോ കളിക്കുന്ന സ്ഥലത്ത് മെസ്സി 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 എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ പറഞ്ഞ പോലെ അമേരിക്കയിൽ അതുപോലെ നടക്കില്ല. പക്ഷെ മേ ബി മെസ്സി അവിടെ കളിക്കുന്നതുകൊണ്ട് ചില ഗ്രൗണ്ടിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ടു ടീസ് ഹിം അപ്പ്. ബട്ട് ആളെ അങ്ങനെ ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് പെർഫോം ചെയ്യും. അവന്മാര് കാണിച്ചു കൊടുക്കും. ലൈക്ക് ആ സമയത്ത് ആ അറൗണ്ട് ദ വേൾഡ് മറ്റേ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നത് എനിക്ക് ഞാൻ പറയാലോ, ഒരുപാട് സെലിബ്രേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗോൾ സ്കോറിംഗ് സെലിബ്രേഷൻസ്. വൺ ഓഫ് ദി ബെസ്റ്റ് റൊണാൾഡോ ആണ്. അമേരിക്കൻ മണ്ണിൽ കാണുന്ന എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. റൊണാൾഡോ 1000 ഗോൾ അടിക്കുന്നതിലും സന്തോഷമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഈ വേൾഡ് കപ്പിന്റെ ഒരു പോയിഗ്നന്റ് മൊമെന്റ്, ഈ വേൾഡ് കപ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 8 രാജ്യങ്ങൾ ഒരാൾ ജയിക്കും, അതിനപ്പുറം പുറത്തുനിന്ന് ഒരാൾ ജയിച്ചാൽ അത്ഭുതമായിരിക്കും. എന്നാലും ഈ വേൾഡ് കപ്പ് കഴിയുമ്പോ ഒരു പോയിഗ്നന്റ് മൊമെന്റ് വിൽ ബി ദാറ്റ് വി വിൽ നെവർ സീ മെസ്സി ആൻഡ് റൊണാൾഡോ in the world stage probably or Neymar. ഇനി അവര് and that is like the end of a എന്താ പറയാ ഒരു ഇറ you can compare it in പല, അതായത് ഒരു സ്പോർട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുപോയ 2 പ്ലേയേഴ്സ് എന്ന രീതിയിൽ യു ക്യാൻ അല്ലെ, ഫുട്ബോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക്, ജീവിതത്തിൽ ഫുട്ബോൾ കാണാത്ത ഒരാൾക്ക് മെസ്സി റൊണാൾഡോനെ അറിയാം. They know who they are. എന്താണ് സുദീപിന് തോന്നുന്നത് ആ ഒരു ഇമോഷണൽ ആംഗിൾ വെച്ച് നോക്കുമ്പോ? അതെ, ഈ റൊണാൾഡോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മള് മെസ്സിയായിട്ടാണ് എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഇപ്പോ ഒരാള് നാച്ചുറൽ ആയിട്ട് സ്കില്ലുള്ള ആള് എന്ന് പറയും, മറ്റേ ആള് ഹാർഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള, നമ്മള് മമ്മൂട്ടി മോഹൻലാലൊക്കെ കമ്പയർ ചെയ്യുന്ന പോലെ. മോഹൻലാൽ ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണെന്ന് പറയും,
മമ്മൂട്ടി ഫുൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ട്രെയിൻ ചെയ്ത് അതുപോലെയാണ് ഏകദേശം റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ആ പ്രൊഫഷണലിസ്റ്റ് ആണ്. ഫുട്ബോളില് വന്ന പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോളിനെ അപ്രോച്ച് ചെയ്ത് ആളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അത് പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് നിരന്തരം ട്രെയിൻ ചെയ്യലും അത്രയും നന്നായിട്ട് ചെയ്ത് അങ്ങനെയാണ് ആള് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അതിന്റെ അത് കാരണം തന്നെയാണ് ഇത്രയും പ്രായത്തിലും ഇപ്പൊ ഗണേശ് പറഞ്ഞു എപ്പോഴും പേസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ഈ പ്രായമായിട്ടും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഫിസിക്കൽ ആണെങ്കിലും ഇപ്പൊ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ചിലി ആയിട്ടുള്ള മാച്ചുകളും കണ്ടു. അതില് ഇവൻ ഓൺ ടാർഗറ്റ് ഹെഡ് ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോഴും അത്രയും ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഇപ്പോഴും ഈ അവര് പ്രൈം എന്നൊക്കെ പറയുന്ന പ്രായത്തിലായിട്ട് പോലും അതിനൊക്കെ ഓവർകം ചെയ്ത് ഇത്രയും വയസ്സായിട്ട് പോലും അങ്ങനെ ഒരു പ്രസൻസ് ആയിട്ട് അവിടെ ഉണ്ടാവാനും മാത്രല്ല പന്ത് അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന അതേ ലെവലിൽ പറ്റിയില്ലെങ്കിലും റൊണാൾഡോന്റെ ഈ പ്രായത്തിലുള്ള ലെവല് മറ്റു പ്ലേയേഴ്സിന്റെ പ്രൈം ലെവൽ പോലെയൊക്കെ തന്നെയാണ്. അതാണ് റൊണാൾഡോ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പൊ ഫാൻസിന്റെ ഒരു ഇത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ മിക്കവാറും എപ്പോഴും പറയാം ബ്രസീൽ അർജന്റീന ഫാൻസ് എന്നുള്ള ഒരു ദ്വയമാണ് പറയാ, അവരാണ് എപ്പോഴും. പക്ഷെ അതിന്റെ ഇടയിൽ റൊണാൾഡോ എന്നുള്ള ആ ഒരു പ്ലെയറിന്റെ എമർജൻസ്, ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ വൺസ് ഇൻ എ ജനറേഷൻ പ്ലെയർ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞപ്പോ അവിടെ പോർച്ചുഗലിനും വലിയൊരു സ്പേസ് ആയി. പോർച്ചുഗലിന്റെ ഇപ്പോ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോന്റെയാണ് പ്രധാനമായിട്ട് കട്ട്ഔട്ട്സ് ഒക്കെ നമ്മൾ കാണും. അതിന്റെ കൂടെ നെയ്മാറും വരും. അങ്ങനെയാണ്. അപ്പൊ ആ ലെവലിലേക്കാണ് റൊണാൾഡോ ഫുട്ബോളിനെ തന്നെ മാറ്റിയത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോ നോക്കുക, ഈ ഒരു ഇപ്പോ 20 വർഷം മുമ്പ് റൊണാൾഡോനെ കണ്ടുവന്ന ആൾക്കാരായിരിക്കും റൊണാൾഡോ ഫാൻസ് എന്നുള്ള വിചാരിക്കും. അങ്ങനെയല്ല. ഇപ്പൊ ഗണേശ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഫുട്ബോൾ കണ്ടു തുടങ്ങിയ യങ്സ്റ്റേഴ്സ് വരെ റൊണാൾഡോ ഫാനായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതൊരു വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണ്. ഇപ്പോഴും ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള, അതോ കുറെയൊക്കെ യൂട്യൂബിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, എന്നാൽ തന്നെ ഇപ്പോഴും ആ റൊണാൾഡോയ്ക്ക് ഫാൻസിനെ അടുപ്പിക്കുന്നത് ഒരു വലിയ കടമ തന്നെയാണ്. ഇപ്പോ റൊണാൾഡോ സ്പെഷ്യലാണ്, മെസ്സി സ്പെഷ്യലാണ്, അവർ രണ്ടുപേരുടെയും കുറച്ച് താഴെ എന്നുള്ള രീതിയിൽ നെയ്മാറും സ്പെഷ്യലായിട്ട്. ഈ 3 പേരും അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈജിപ്തിന്റെ സലയുടെയും ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. ഇങ്ങനെ കുറെ സ്പെഷ്യൽ പ്ലേയേഴ്സിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഡെഫിനറ്റ്ലി റൊണാൾഡോ ഒരു വേറിട്ട് നിൽക്കും. അയാളുടെ ആ ഒരു ഇതിനുള്ള പ്രൊഫഷണൽ അപ്രോച്ചും അതുപോലെ പോർച്ചുഗലിനെ ഇപ്പൊ മെസ്സി ഓൾറെഡി, ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞു, മെസ്സി ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു വേൾഡ് കപ്പ് കഴിഞ്ഞ. റൊണാൾഡോനാണ് കിട്ടാത്തത്. റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിലെ ചർച്ചകളും. എനിക്ക് തോന്നുന്നത് അത് കുറെ പോർച്ചുഗലിന് അച്ചീവ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട് അവരുടെ ഒരു വഴി. അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പോ ഇതാണ് റൊണാൾഡോ വേൾഡ് കപ്പ് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫാൻസ് മുഴുവൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ്. റൊണാൾഡോന്റെ ജേർണിയുടെ ഒരു എൻഡിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോ ഈ സീരീസ് തുടങ്ങിയിട്ട് ഫേവറേറ്റ്സ് എന്ന് ആ ടാഗിലാണ് നമ്മൾ ഈ എൻറ്റയർ സീരീസ് തുടങ്ങിയത്. അതിൽ ഏറ്റവും അവസാനമാണ് പോർച്ചുഗൽ. കാരണം ഇത് ഏതൊരു വർഷം തുടങ്ങുമ്പോഴും നമുക്ക് പോർച്ചുഗൽ എന്ന് പറയുന്നത്, സുദീപൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേരുകൾ ബ്രസീൽ, അർജന്റീന അല്ലെങ്കിൽ ജർമ്മനി. ആ ഒരു സ്റ്റാച്ചർ, ആ ഒരു എന്താ പറയാ ഫാൻ ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോളോയിങ് ആയാലും ഈവൻ കളിക്കളത്തിലുള്ള ആ കേപ്പബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പോർച്ചുഗൽ അത്ര ഉണ്ടായിരുന്നില്ല റൊണാൾഡോ വരുന്നത് വരെ. അതുവരെ അവരുടെ റൊണാൾഡോ 2008 യൂറോയിലാണ് ഡെബ്യൂ ചെയ്തതാണ് എന്റെ ഓർമ്മ. അതായത് ഗ്ലോബൽ ഫാൻ ബേസ് 2008 യൂറോയിലാണെന്നാണ് എന്റെ ഓർമ്മ ഇത് റൊണാൾഡോ ഡെബ്യൂ ചെയ്യുന്നത്. 2004 അല്ലേ? 4 അവിടെ നിന്നാണ്. അപ്പൊ 2004 യൂറോന്റെ മുന്നേ വരെ ഇവർക്ക്, അതായത്
പോർച്ചുഗലിനെ സംബന്ധിച്ചോളം ഒരു ഗ്രാൻഡ് സ്റ്റേജിന്റെ സെമി ഫൈനൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് 2008 അവര് 2004 യൂറോ ഫൈനൽ ഉണ്ടായിരുന്നു, 2010 സെമി എങ്ങാനും ഉണ്ടായിരുന്നു, 18 യൂറോ കപ്പ് ജയിച്ചു. കഴിഞ്ഞ 2 നാഷണൽ ലീഗ് അല്ല, അതിന് എന്തായിരുന്നു പറയാ, നേഷൻസ് ലീഗ് 2 ജയിച്ചു. ആ ഒരു എന്താ ഞങ്ങളും ഉണ്ട് ഇൻ ദിസ് പിക്ചർ. ഒരു ഔട്ട്സൈഡ് കണ്ടന്റർ അല്ലെങ്കിൽ ഒരു 2-3 സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ 2-3 സ്റ്റാർസ് ഉള്ള ഒരു സാധാ കൺട്രി. ഇപ്പൊ നമ്മൾ നോർവേനൊക്കെ പറയുന്നു, ഹാലൻഡ് അവിടെ ഉണ്ട്, ഒഡെഗാർഡ് ഉണ്ട്, പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഡെപ്ത്, ഒരു വലിയൊരു വ്യത്യാസമുണ്ട് ആ ഡെപ്ത് ഇല്ലായ്മ. പക്ഷെ പോർച്ചുഗലിന് എപ്പോഴും ഒരു ലീഗ് ഉണ്ടായിരുന്നു. പോർച്ചുഗീസ് ലീഗ് ഇസ് വെരി സ്ട്രോങ്. ലീഗ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് നാഷണൽ ടീം ഉണ്ടായിരുന്നില്ല. അതെ. അപ്പം ആ ഒരു ഗ്യാപ്പ് അവർ കുറയ്ക്കാൻ നോക്കി. അതായത് ലീഗ് അവിടെ തന്നെ ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് നാഷണൽ ടീം എന്ന് പറയുന്നത് ആര് വന്നാലും, അത് നിങ്ങൾ സ്പെയിൻ ആയാലും ജർമ്മനി ആയാലും ഈവൻ ഇൻ യൂറോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ബ്രസീൽ ആയാലും അർജന്റീന ആയാലും, നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. അത് പലപ്പോഴും കൊണ്ടുവന്നത് കോയിൻസിഡൻസ് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷനും കൂടി ആവാം. കാരണം അത്രയും ആ ഒരു ഡെബ്യൂ തുടങ്ങുന്ന മുതൽ ആണ് ഇവരുടെ റൈസ് വരുന്നുള്ളത്, പോർച്ചുഗലിന്റെ റൈസ് വരുന്നത് തന്നെ. സോ അത് കോയിൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനും ആവാം, അല്ലെങ്കിൽ ആ ഡിമാൻഡിങ്ങും ആവാം. ഞാൻ ഈ സ്ക്വാഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനനുസരിച്ച് ഉയരണം. I think it started with Luis Figo. Figo ഒരു ബാഴ്സ ടു മെഡ്രിഡ്, അതിൽ ഫിഗോന് വന്ന ഒരു ഹൈപ്പില് I think Ronaldo kind of followed the steps. I always think Figo was the architect ആ ഒരു upheaval-ന്റെ. പക്ഷെ അപ്പോഴും പല സമയത്തും അവർക്ക് നല്ല നല്ല പ്ലേയേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും ഒരു ഫുൾ സ്ക്വാഡ് ആയിട്ട് അവരുണ്ടായിരുന്നില്ല. Correct. ഇറ്റ്സ് എ ബിറ്റ് എന്താ പറയാ, ഈ ഒരു ഫേവറേറ്റ് സീരീസ് നമ്മൾ നോക്കുമ്പോൾ പോർച്ചുഗൽ കുഡ് ബി ടോപ്പ് 4, ടോപ്പ് 5 ഇൻ ടേംസ് ഓഫ് റീച്ചിങ് ഔട്ട്. അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു കാലത്ത് പോലും പോർച്ചുഗൽ സ്ക്വാഡിന് ആബ്സെന്റി ലിസ്റ്റ്, അതായത് സ്ക്വാഡിലേക്ക് കയറാൻ പറ്റാത്ത ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടബിൾ നെയിംസ് ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു നോക്കുകയാണെങ്കിൽ ജാവ പൊളിഞ്ഞ സ്ക്വാഡിൽ കയറുന്നില്ല, വെസ്റ്റ് ഹാമിന്റെ മത്തായസ് ഫെർണാണ്ടസ് സ്ക്വാഡിൽ കയറുന്നില്ല, ബെനിഫിക്കയുടെ ഒരു ആന്റോണിയോ സിൽവ ഉണ്ട് സെന്റർ ബാക്ക്, സ്ക്വാഡിൽ എത്തുന്നില്ല. 26 മാൻ സ്ക്വാഡ് ഉണ്ടാക്കുമ്പോൾ പോലും അതിൽ കയറാൻ പറ്റാത്ത ക്വാളിറ്റി പ്ലേയേഴ്സ് പുറത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ പോർച്ചുഗലിൽ ഇപ്പോഴുണ്ട്. സോ ആ ഒരു റൈസ് അവരെ മൊത്തത്തിൽ സ്ക്വാഡ് ബാലൻസ് ഉയർത്തുന്നതിലുണ്ട്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചോളം they are one of the top 4, top 5 in the entire World Cup. പക്ഷെ അപ്പോഴും എനിക്കിതിൽ 2 ഡ്രോബാക്ക് എന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ 2 ഫാക്ടേഴ്സ് ആണ് ഇതിൽ കുറച്ചുകൂടെ ഇത് അവര് ചാമ്പ്യൻസ് ആവുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുള്ളത്. അതിൽ ഒന്ന് അവരുടെ മാനേജറാണ്. മാർട്ടീനസ് 2012, 2014 ആ എറയിൽ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചു. ഇല്ലെങ്കിൽ അവര് വീഗൻ ആ ഒരു മിഡ് ടേബിൾ ടു റെലഗേഷൻ ടേബിളിനൊക്കെ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ എത്തിച്ചു, അങ്ങനെ കളിച്ച ഒരു മാനേജർ. പക്ഷെ അതിലപ്പുറം വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഇല്ല. ബെൽജിയം എന്ന നാഷണൽ ടീമിന്റെ ഗോൾഡൻ ജനറേഷനിൽ അവർക്ക് എവിടെയും കാര്യമായിട്ട് എത്താൻ പറ്റിയിട്ടില്ല, എക്സെപ്റ്റ് ഫോർ 1 top 3 ഫിനിഷ്, ടോപ്പ് 4 ഫിനിഷ്. അപ്പൊ ഉള്ള പ്ലേയേഴ്സിനെ തന്നെ നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എൻറ്റയർ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കേപ്പബിലിറ്റി ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അതിലുപരി റൊണാൾഡോ ഈ ഒരു സ്ക്വാഡ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ, അതായത് 4 വർഷം മുന്നേ ഉള്ള റൊണാൾഡോ വിത്ത് ഈ സ്ക്വാഡ്, ഇപ്പൊ ഉള്ള സ്ക്വാഡ് വെച്ചിരുന്നെങ്കിൽ they would have been as close to Argentina and France.
ഇവർ രണ്ടിൽ ഏതെങ്കിലും ഒരാളെ തോൽപ്പിച്ചിട്ട് ഫൈനലിൽ വരെ എത്താനും ജയിക്കാനും ഉണ്ടാവുന്ന ഒരു സ്ക്വാഡ് അവർക്ക് ഉണ്ടാവുമായിരുന്നു. റൈറ്റ് നൗ 41 വയസ്സായി, 40 കഴിഞ്ഞു. എനിവേസ്, ഇനി ബാക്കിയുള്ളവരുടെ പേസിൽ ഇല്ലെങ്കിൽ എന്താണ് റൊണാൾഡോയുടെ ഗോൾ? അത് ഞാൻ അടിച്ച് ഞാൻ ജയിപ്പിച്ചു എന്ന രീതിയിലേക്ക് റൊണാൾഡോ വരും. കാരണം ഡെസ്പറേറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിനെ സംബന്ധിച്ചോളം ഇല്ലെങ്കിൽ അതിന് മുന്നത്തെ ടൂർണമെന്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ലാസ്റ്റ് ചാൻസ്. മെസ്സിനെ സംബന്ധിച്ചോളം മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പ് ജയിച്ചു. ഈ വേൾഡ് കപ്പ് പറ്റുകയാണെങ്കിൽ ആ ഒരു പ്രഷർ ഇല്ല. എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കളിക്കും. അതായത് എനിക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് കളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. റൊണാൾഡോനെ സംബന്ധിച്ചോളം ഇത് നെയ്മറിന് ബാധകമാണ്. നെയ്മറിനെ സംബന്ധിച്ചോളം ഇത് അവസാനത്തെ വേൾഡ് കപ്പാണ്. ഇനി അങ്ങോട്ടൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ തന്നെ നമുക്ക് ഇതിലേക്ക് വരാം. നമുക്ക് റൊണാൾഡോയിലേക്ക് കൂടുതൽ സെക്കൻഡ് ഹാഫിൽ സ്ക്വാഡ് ഡിസ്കസ് ടീം അനാലിസിസ് വരുമ്പോ മേക്കപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോർവേഡിലേക്ക് വരുമ്പോൾ അവിടെ ഈ ടോപ്പിക് ഹൗ വിൽ ദേ പ്ലേ എന്നുള്ളതിലേക്ക് വരാം. സുദീപ്, നമുക്ക് സ്ക്വാഡ് നോക്കിയാലോ? അതെ, സ്ക്വാഡിലേക്ക് പോവാം. സ്ക്വാഡില് ഗോൾ കീപ്പേഴ്സ്, സ്ക്വാഡില് 4 ഗോൾ കീപ്പേഴ്സ് കാണാനുണ്ട്. ഡിയോഗോ കോസ്റ്റ, ജോസെ സാ, റൂയി സിൽവ, റിക്കാർഡോ വെൽഹ. അങ്ങനെ 4 ഗോൾ കീപ്പേഴ്സ് ആണ് സ്ക്വാഡിൽ കാണുന്നത്. ഒരാള് ബാക്കപ്പ് ആണ്. എനിക്ക് 4 ഗോൾ കീപ്പേഴ്സിന്റെ പറയുമ്പോ ഞാൻ അടുത്തതിൽ പറയാം. ഓൺലി ടീം ടു ടേക്ക് 4 ഗോൾ കീപ്പേഴ്സ് വേണം പറയാൻ. അത് ഞാൻ അടുത്ത ടോപ്പിക്കിൽ പറയുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ പറയാം. ഗോൾ കീപ്പർ ഫെറ്റീഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഡിഫൻഡേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിലൊരിക്കലും കാര്യം പറയാനുണ്ട്. നല്ല കീപ്പേഴ്സ് ആണ്. ഡിയോഗോ കോസ്റ്റ നല്ല ഗോൾ കീപ്പറാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോപ്പർ ആണ്. പെനാൽറ്റീസ് വരുമ്പോ കുറെ ഷോർട്ട് സ്റ്റോപ്പിംഗ് ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻ ദ ഗെയിം ഹീസ് വെരി എന്താ പറയാ ഡേഞ്ചറസ് ആണ്. ലൈക്ക് എന്താ പറയാ, നമ്മള് സാഞ്ചസിനെ പോലെയാണ്. ചെൽസിയിലെ സാഞ്ചസിനെ പോലെയാണ്. പോർച്ചുഗലിന് തന്നെ നമ്മള് കണ്ടതാണല്ലോ. നമ്മള് എത്ര പ്രാവശ്യം പോർട്ടോനെതിരെ തോൽപ്പിച്ചിട്ടുണ്ട് നമ്മള് ലിവർപൂളില്. നമ്മൾ കുറെ കണ്ടതാണ്. അത്രയ്ക്കും എറേഴ്സ് വരുന്നതാണ്. റോബർട്ടോ ഫെർമിനെ സെന്ററിൽ നിന്ന് അടിച്ച് റോളിംഗ് ബോട്ട് ഗോൾ അടിച്ചത് എനിക്കിപ്പോ ഓർമ്മയുണ്ട്. ജോസെ സാനെക്കാട്ടും റൂയി സിൽവനെക്കാട്ടും റിക്കാർഡോ വെലോനെക്കാട്ടും ഐ ഫീൽ ഈസ് എ ബെറ്റർ ഗോൾ കീപ്പർ. റിക്കാർഡോ വെലോനെ കളിയെ കണ്ടിട്ടില്ല. ഉള്ളതിൽ നല്ലതാണ്. ഉള്ളതിൽ നല്ലത് വേണം പറയാൻ. അപ്പോ ഗെയിം ഓൺ ദ ഗെയിമിൽ ഹീസ് റിയലി പ്രോബ്ലമാറ്റിക്. ഡിസിഷൻ മേക്കിംഗ് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ ഗോൾ കീപ്പർ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളതിൽ നല്ലത് അതേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് പോവാം. ഡിഫൻഡേഴ്സ് പിന്നെ സ്റ്റൈൽ ഓഫ് പ്ലേയും കുറച്ചുകൂടി എറേഴ്സ് വരുത്താൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ പാസിങ്ങും ഒക്കെ അങ്ങനെ ബിൽഡപ്പിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഗോൾ കീപ്പറും കൂടിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആള് ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് വരുന്നത്. എനിവേ അതില് ബാക്കി 2 പേരാണ്. അതുകൊണ്ടാണ് ഇവരെ സ്റ്റാർട്ട് ചെയ്തത്. വേറെ ആരില്ല. ശരി, ഡിഫൻഡേഴ്സിലേക്ക് വരാം. അപ്പോ ഡിഫൻഡേഴ്സ് ഡിയോഗോ ഡാലോ യുണൈറ്റഡ്, പിന്നെ മാറ്റിയസ് ന്യൂനസ്, നെൽസൺ സെമേഡോ, യോ കാൻസലോ, പിന്നെ ന്യൂനോ മെൻഡസ്, ഗൊൺസാലോ ഇനാച്ചിയോ, റെനാറ്റോ വേഗ, റൂബൻ ഡിയാസ്, തോമസ് അറോയോ. ഇതാണ് ഡിഫൻഡേഴ്സ്. അവിടെ ഇഷ്യൂ ഏജ് ആണ്. പക്ഷേ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഗൊൺസാലോ ഇനാസിയോ. പറഞ്ഞോ ഗണേശൻ പറഞ്ഞതല്ലേ? അതെ, സെന്റർ ബാക്ക് ആരാ? സെന്റർ ബാക്ക് എത്ര ഉണ്ട്? എല്ലാം വിങ് ബാക്ക് ആണ്. ഇനാസിയോ സെന്റർ ബാക്ക് കളിക്കില്ലേ? സെന്റർ ബാക്ക് കളിക്കും. അതാണ് കളിക്കാൻ പറ്റുന്നേ ഉള്ളൂ. മൊത്തം ഫുൾ ബാക്സ് ആണ്. സെന്റർ ബാക്ക് അതാ പറയുന്നത്. ആകെ അവിടെ ഉള്ള സെന്റർ ബാക്ക് റൂബൻ ഡിയസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വിങ് ബാക്ക് ആണ്. എനിക്ക് അതാ പറയാനുള്ളത്. എന്തിനാണ് സെന്റർ ബാക്ക് ക്യാൻ പ്ലേ 3 at the ബാക്കിലാണ്. 3 at the ബാക്കിലാണ്, നോട്ട് ഇൻ ദ സെന്റർ. കളിക്കാൻ പറ്റും. കൺവേർട്ട് ചെയ്യാൻ പറ്റും.
ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഈ നാലാമത്തെ ഗോൾ കീപ്പർ എന്തിനാണ്? ഇപ്പൊ പറഞ്ഞ പോലെ ആന്റോണിയോ സിൽവ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മര്യാദയ്ക്ക് കളിക്കുന്ന സെന്റർ ബാക്സ് ആണ്. ഇവരെ ഒന്നും എടുക്കാതെ നാലാമത്തെ ഗോൾ കീപ്പർ ഫെറ്റിക്ക് എങ്ങനെ വരുന്നത്? ജോപോലിനെ എടുത്തു കഴിഞ്ഞാൽ സെന്റർ ബാക്കിന് ഒരു വേറൊരു ഓപ്ഷനാണ്. മറ്റേ ഇനാസിയോ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇനാസിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനാസിയോയും ഈ വയസ്സായ റൂബൻ ഡിയസും ആണ് കളിക്കണ്ടേ. പിന്നെ വരുന്നതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ വിങ് ബാക്സ് ആണ്. ഫുൾ ബാക്സിന് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവന്മാരിങ്ങനെ ചാടി കയറി കളിക്കുമ്പോ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ലാതെ പോർച്ചുഗൽ എന്ത് ചെയ്യും? എല്ലാം ഈ ഹൈബ്രിഡ് നമ്പർ 6 ആണ് കളിക്കുന്നത് മൊത്തം. പുറകില് മാർക്കീനിയോസും പാച്ചോ ഒന്നും അല്ല PSG ആയിട്ട് കവർ ചെയ്യാനായിട്ട്. വെരി എന്താ പറയാ, ഏരിയൽ ആയിട്ടും ബോൾ പാസിംഗ് എബിലിറ്റിയും ഇല്ലാത്ത സെന്റർ ബാക്സ് ആണ് കളിക്കാൻ പോകുന്നത്. സോ ഏരിയൽ ഇഷ്യൂസ് ഒരുപാടുണ്ട് ഇനാസിയോയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ഏരിയൽ ഇഷ്യൂസ് ആണ്. ഡാലോ, ഡിയാസ്, ഇനാസിയോ, നൂനോ മെൻഡേസ്. മത്തിയസ് ന്യൂനസ് വിൽ പ്ലേ റൈറ്റ് ബാക്ക്. ഡാലോട്ടൊന്നും കളിക്കില്ല. ക്യാൻസലോ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. മത്തേസ് ന്യൂനസ് ആണ് അടുത്തത് പ്രിഫറൻസ് ആയിരിക്കും. ഡാലോട്ടൊന്നും ഒന്നിനും പറ്റില്ല. എനിക്ക് കണ്ടിട്ട് ഒരു നല്ല വെറൈറ്റി ഉള്ള, കാരണം ഞാൻ ഇനാഷിയോനെ കണ്ട് കളിയെല്ലാം പുള്ളി സെന്റർ ബാക്ക് ആണ്. പുള്ളിക്ക് ഈസി ആയിട്ട് പേസ് ഉണ്ട്. എനിക്ക് ഈ പ്രീമിയർ ലീഗില് കഴിഞ്ഞ 4 സീസണായിട്ട് എല്ലാരും വരണം ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ഒരു ഇന്റർനാഷണൽ ഫുട്ബോളില് ഐ തിങ്ക് ദേ ക്യാൻ, ഇറ്റ്സ് എ വെരി ഗുഡ് യങ് ആൻഡ് ഓൾഡ് സെന്റർ ബാക്ക്. ബോൾ പാസിംഗ് എബിലിറ്റി ഉണ്ട്. നീ പറഞ്ഞ പോലെ ശരിയാണ്. ബോൾ പാസിംഗ് എബിലിറ്റി ഉണ്ട്. പ്ലേ ഔട്ട് ഫ്രം ദ ബാക്ക് ഇസ് റിയലി ഗുഡ്. ഈ പറയുന്ന ഏരിയൽ ഡ്യുവൽസ് അവരെ കൊണ്ട് പറ്റില്ല. ഡയാസ് ഉണ്ടല്ലോ അതിന്. ഏരിയൽ ഡ്യുവൽസ് ഡീൽ ചെയ്യാൻ ഡയാസ്. അല്ല, നമ്മൾ നോക്കിക്കേ, നടുക്ക് കളിക്കുന്നത് റൂബൻ നെവസും വിറ്റീനിയും ആര് ഹെഡ് ചെയ്യാൻ? എനിക്ക് ഇത് ആ ഗോൾ കീപ്പർ സെലക്ഷനും സെന്റർ ബാക്ക് സെലക്ഷനും, അതായത് ഡിഫൻഡേഴ്സിനെ സെലക്ട് ചെയ്തതാണ് എനിക്ക് ഇന്റർലിങ്ക് ചെയ്ത് പറയാനുള്ളത്. എന്തിനാണ് ഈ നാലാമത്തെ ഗോൾ കീപ്പർ? ആവശ്യമില്ലാത്ത പരിപാടി. എന്തിനാണ് ആ നാലാമത്തെ ഗോൾ കീപ്പർ? ട്രെയിനിങ്ങിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആണ് ഈ ഫെറ്റീഗ് എന്ന് പറയുന്ന കാര്യം. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇത്രത്തോളം ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിച്ച് വന്ന ഇത്രയും ഈ ലീഗ് മൊത്തം PSG വേണ്ടി ബാക്കിയുള്ള ടീമിന് വേണ്ടി കളിച്ചു വന്ന പ്ലേയേഴ്സ് അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യുന്ന ആർക്കറിയാം? നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഇഫ് യു ലുക്ക്, ഡാലോ എക്സ്പീരിയൻസ് ഡിഫൻഡർ ആണ്. മാത്യൂസ് നൂനേസ് ക്യാൻ പ്ലേ ഇൻ മിഡ്ഫീൽഡ്, ക്യാൻ പ്ലേ, ഗണേശൻ പറഞ്ഞ പോലെ ഫുൾ ബാക്ക് കളിക്കാൻ പറ്റും. നെൽസൺ സെമേഡോ എക്സ്പീരിയൻസ് പ്ലെയർ ആണ്. കാൻസെലോ എക്സ്പീരിയൻസ് പ്ലെയർ ആണ്. ബ്രൂനോ മെൻഡേസ് ഇസ് ദേർ. ഇനാഷോ ഇസ് യങ്. റെനാറ്റോ വേഗ ഇസ് ആക്ച്വലി ഗുഡ്. റൂബൻ ഡിയാസ് എക്സ്പീരിയൻസ്. തോമസ് അറാഹോ നോട്ട് ബാഡ്. എന്താ പ്രശ്നമൊന്നും എനിക്ക് കിട്ടുന്നില്ല. നോട്ട് ബാഡ് എന്ന് പറയുന്നത് ഈ ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡ് അവിടെ ഉണ്ടാവില്ല. അവിടെയാണ് ഇത്. ന്യൂനോ മെൻഡസും മിഡ്ഫീൽഡിന് മുമ്പ് നമ്മൾ സെന്റർ ബാക്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതില് വേൾഡ് ക്ലാസ് ലെഫ്റ്റ് ബാക്ക് നമ്മൾ അത് മെൻഷൻ ചെയ്യാൻ പോകുന്നത് മോശമാണ്. ന്യൂനോ മെൻഡസിന്റെ കാര്യം. മെൻഡസ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ എനിക്ക് ഇവിടെ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്സിൽ ഒന്നാണ് പോർച്ചുഗലിന്റെ ഇതിലുള്ളത്, ഫസ്റ്റ് ലെവലില്. അപ്പൊ മെൻഡസിന്റെ പ്രത്യേകത അറിയില്ല. ആ വിങ്ങില് ലെഫ്റ്റ് വിങ് മുഴുവനും ഫ്രണ്ടിലേക്ക് ഓടി, റിക്കവറി പേസും ഭയങ്കര. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൗണ്ടർ അറ്റാക്സ് വരികയാണെങ്കിലും ബാക്കിലേക്ക് ഓടി വരാം. പക്ഷെ ഈ പറഞ്ഞ ശരി, ഇനാക്റ്റിയോ കൗണ്ടർ അറ്റാക്സ് വന്നാൽ ഇത്തിരി പ്രശ്നം. അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആൾക്ക് ഈ പാസിംഗും ഒക്കെ കിടിലാണെങ്കിലും അത്ര റിക്കവറി പേസ് ഒന്നും അത്ര ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് യാവോ നെവസ് ബാക്കിൽ ഇറങ്ങിയായിരിക്കും മിക്കവാറും ഒക്കെ കളിക്കാൻ ചാൻസ്. പിന്നെ ഈ റോബർട്ടോ മാർട്ടിനസ് മറ്റേ നമ്മൾ ജർമ്മനിയുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒന്നും അല്ല. ഉള്ളങ്ങ് കമ്മിറ്റ് ചെയ്യൊന്നുമില്ല. അവിടെ കുറച്ചുകൂടി ഇത്തിരി കൂടി സ്ലോ ആയിട്ടാ കളിക്കുക. അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് പേസിലൊന്നും കളിക്കാൻ ചാൻസ് ഇല്ല. അത് ഈ
ഡിഫൻസിനൊക്കെ കുറച്ചുകൂടി ഒരു ഒരു സേഫ്റ്റി കൊടുക്കുന്ന അപ്രോച്ചിലാണ് അവിടെ കളിക്കാനൊക്കെ സാധ്യത. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം ന്യൂനോ മെൻഡസ് എന്തായാലും അറ്റാക്ക് ചെയ്ത് കയറിപ്പോവുകയും ചെയ്യും. ആളുടെ ഒരു ഈ ഡിഫൻഡേഴ്സിൽ ഓമൻ കൂടി വരാം. അത് ഈ ഡിഫെൻഡിങ് ടീം എന്ന് വേണമെങ്കിൽ പറയാം. They have experience and youth, and they have someone like Nuno Mendes who's on top of the game, Inacio is on top of the game. So ഇപ്പം ഒരുപാട് ടീംസിനെ വെച്ച് നോക്കുമ്പോൾ അലാമിംഗ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണെങ്കിലും ഈ സുദീപ് പറഞ്ഞ പോലെ ദേ ആർ നോട്ട് അത്രയും പഴയ എവർട്ടണിലും കളിച്ച അല്ലെങ്കിൽ വിഗലിൽ കളിച്ച കളിയൊന്നല്ല മാറ്റേത് കളിപ്പിക്കുന്നത്. സോ ബെൽജിയത്തിൽ കളിച്ച കളിയല്ല കളിക്കണേ. ആള് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ അറ്റാക്കിങ്ങിനും ഒക്കെ ശ്രമിക്കുന്ന, കുറച്ചുകൂടി ഫ്രീഡം ഒക്കെ ഫ്രണ്ടിൽ കൊടുക്കും. ഫ്രണ്ടില് ഈ കുറച്ച് മിഡ് ബ്ലോക്ക് കളിച്ചാലും ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് കുറച്ചുകൂടിയൊക്കെ പ്രസ്സിങ്ങിനൊക്കെ നിൽക്കുന്ന രീതിയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോ അത് കുറച്ചൊക്കെ ആള് അതിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡിഫൻസിനെയും കൂടി കണ്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഡിഫൻസ് സെലക്ട് ചെയ്തതും ഒക്കെ അത് കണക്കാക്കി കളിക്കാനായിരിക്കും. ആൾക്ക് എപ്പോഴും ഒരു സേഫ്റ്റി അപ്രോച്ച് എന്തായാലും ഉള്ളിൽ ഉണ്ടാവും. ഔബിനെന്തോ പറയാൻ പറ്റില്ല. അല്ല, മിഡ്ഫീൽഡും കൂടി വരുമ്പം ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, മിഡ്ഫീൽഡിലേക്ക് വരാം. അപ്പൊ മിഡ്ഫീൽഡിലേക്ക് വരാം. മിഡ്ഫീൽഡില് കുറച്ച് ഡിഫൻസ് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സും ഉണ്ട്. യെസ്, സാമുവൽ കോസ്റ്റ ഡിഫൻസ് കളിക്കുന്നതാണ്. അതെ. അപ്പൊ മിഡ്ഫീൽഡേഴ്സ് റൂബൻ നെവാസ്, പിന്നെ സാമുവൽ കോസ്റ്റ, അതാണ് ഇതില് സർപ്രൈസ് നെയിം വന്നത്. പിന്നെ യാവോ നെവസ്, വിറ്റീനിയ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, ഇതാണ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബ്രൂണോ ആൻഡ് ബെർണാഡോ സിൽവ വിൽ സ്റ്റാർട്ട്. ബെർണാഡോ സിൽവ മിഡ്ഫീൽഡിൽ കളിക്കോ അതോ ഫ്രണ്ട് ത്രീയിൽ കളിക്കോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണ് ഈ റൊണാൾഡോക്ക് ഒരു കപ്പ് എന്ന് പറയുന്ന ആ രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്തതെന്ന് തരും, ഉറപ്പാണ്. റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞത് ഈ ബെർണാഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും എയ്തർ ഓഫ് ജാവോ നെവസ് ഓർ വിറ്റീനിയ, ഈ രണ്ടുപേർ ഈ ഒരു മിഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം നടക്കില്ല. ബ്രൂണോ ഓർ ബെർണാഡോ ഷുഡ് സ്റ്റാർട്ട്. ബ്രൂണോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. റൂബൻ നെവസ് വിറ്റീനിയ, ഇല്ലെങ്കിൽ ജാവോ നെവസ് വിറ്റീനിയ, ഇതുണ്ടാവും. അതിന്റെ കൂടെ മിഡ്ഫീൽഡിൽ അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ബ്രൂണോയും സ്റ്റാർട്ട് ചെയ്യും മിഡ്ഫീൽഡിൽ. സ്റ്റാർട്ട് ചെയ്യും. അതായത് ബെർണാഡോ സിൽവ കളിക്കാൻ പോകുന്ന ഫ്രണ്ട് ത്രീയിലാണ്, റൈറ്റ് സൈഡില്. ഫ്രണ്ട് ത്രീ വേണമെങ്കിൽ കളിക്കായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞത്. ജാവോ നെവസ്, വിറ്റീനിയ, ബ്രൂണോ. ബെർണാഡോ സിൽവ ലെഫ്റ്റ് വിങ്, സോറി റൈറ്റ് വിങ്ങിൽ കളിക്കും. അത് വേണമെങ്കിൽ സമ്മതിക്കാം. അങ്ങനെ കളിക്കുന്നത് ഇപ്പോ എന്തായാലും കളിക്കും, അതിലൊരു ഡൗട്ട് ഇല്ല. വിറ്റീഞ്ഞ, ജാവനസ് എന്തായാലും ഉണ്ടാവും. ഇതിൽ എന്താ പറയാ, അവര് ബൈ മെറിറ്റ് അടുപ്പിച്ച് 2 ചാമ്പ്യൻസ് ലീഗ് അടിച്ചവര്, പീക്ക് ഓഫ് ദ ഫുട്ബോൾ എല്ലാം കൊണ്ട് അവര് ടീമിലുണ്ടാവണം. പക്ഷെ ഇവരുടെ മൂന്നാമത്തെ പാർട്ട്ണർ എന്ന് പറയുന്നത് ബ്രൂണോ ആണ്. കാരണം അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൂണോന്റെ പാസ് വേണം. എസ്പെഷ്യലി ഇപ്പൊ യുണൈറ്റഡിൽ കുറച്ചുകൂടി ഡീപ്പർ കളിച്ച് ശീലമുള്ളത് കൊണ്ട് ഹി ക്യാൻ സ്പ്രിംഗ് ദ ബോൾ, ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡിഫെൻസീവ് കവർ അവർക്ക് ആവശ്യം വരികയാണെങ്കിൽ, കാരണം ന്യൂനോ മെൻഡസും അറ്റാക്ക് ചെയ്യുന്നുള്ള ഗ്യാരണ്ടിയാണ്. ഓപ്പോസിറ്റ് സൈഡില് മാറ്റയസ് ന്യൂനിയസ് കളിക്കുകയാണെങ്കിൽ ഒരു കവർ ഉണ്ടാവും, റൈറ്റ് ബാക്ക് കളിക്കുകയാണെങ്കിൽ. അതല്ല ക്യാൻസലോ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ കവർ ചെയ്യാൻ പറ്റിയ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അവർക്കില്ല. സാമുവൽ കോസ്റ്റ മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. വേറെ കളിപ്പിക്കൂല. അതല്ല, ഔട്ട് ആൻഡ് ഔട്ട് ഓപ്ഷൻ എന്ന് പറയാൻ പോലും ഉള്ളത് അവന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഹി വോണ്ട് പ്ലേ. അപ്പൊ ഇവിടെയാണ് പളിഞ്ഞ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഒരു ചോദ്യം വരുന്നത്. ഫെർണാണ്ടസും വന്നില്ല. എനിക്ക് ഫീൽ ചെയ്യണത് കാര്യം ആ പ്രൊഫൈല് എങ്ങനെയായാലും യാവോ നെവസിന്റെ PSG റോളായിരിക്കില്ല ഇവിടെ. ഈ പറഞ്ഞ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അറ്റാക്സ് ബ്രേക്ക് ചെയ്യുക, ഇന്റർസെപ്ഷൻസ് എടുക്കുക, പന്ത് ബ്രൂണോക്ക് അല്ലെങ്കിൽ വിറ്റീനയ്ക്ക് പാസ് ചെയ്യുക,
ഫുൾ ബാക്സ് അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ ആ സ്പേസ് കവർ ചെയ്ത് പോവുക, ആ റോളായിരിക്കും യാവോന്റെ അവസ്ഥ. അത് ചെയ്യാൻ പറ്റും. അതായിരിക്കോ ആളുടെ സ്പെഷ്യാലിറ്റി, PSG അങ്ങനെയാണോ ചെയ്യണേ എന്നുള്ളത് ക്വസ്റ്റ്യൻ അല്ല. കാരണം പോർച്ചുഗലില് യാവോന്റെ അവസ്ഥ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങളായിരിക്കും. അതിന്റെ ഫ്രണ്ടില് വിറ്റീനിയ ആയിരിക്കും ടെമ്പോ ക്രിയേറ്റ് ചെയ്യാനും ആ പാസിംഗ് അവിടെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ട് വിറ്റീനിയ. ഒരു കാര്യം ചെയ്യാം, ഫോർവേഡും കൂടി വായിച്ചോ, അപ്പൊ നമുക്ക് ഞാൻ ഇത് കഴിഞ്ഞാൽ ഫോർവേഡ് പറയാം. അറ്റാക്കിംഗ് ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പാസുകൾ ക്രിയേറ്റ് ചെയ്യാൻ മറ്റ് ഫോർവേഡ് 3 പ്ലേയേഴ്സ് അവിടെ ഉണ്ട് അവർക്ക്. അതുപോലെ ന്യൂനോ മെൻഡസ് വരും വിങ്ങില്, ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ. ഇവരെയൊക്കെ പ്ലേയിൽ ഇൻവോൾവിച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി. അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരിക്കും മിക്കവാറും സെറ്റ് പീസുകളിൽ ആള് ഉണ്ടാവുക. റൊണാൾഡോ ഹൈറ്റ് ഉപയോഗിച്ച് ഫ്രണ്ടിലായിരിക്കും. ബ്രൂണോ ഫെർണാണ്ടസ് സെറ്റ് പീസ് വളരെ ഇമ്പോർട്ടന്റ്, ക്രൂഷ്യൽ ആയിരിക്കും വേൾഡ് കപ്പിൽ. അതും ഒരു ആഡഡ് വെപ്പണാണ്. അപ്പൊ ഇത് മിഡ്ഫീൽഡില് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. സെറ്റ് പീസ് എടുക്കാൻ പറ്റത്തിന് ആളുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ ആളുണ്ട്, ഡിഫൻസ് മാത്രം ചെയ്യാനായിട്ട് യോവനേഴ്സിന്റെ ഡ്യൂട്ടി, വിറ്റീനിയ ബാക്കിയുള്ള അവിടെ കൺട്രോൾ കീപ്പ് ചെയ്യാനായിട്ട്. ഇതൊരു ബാലൻസ്ഡ്, അങ്ങനെ കളിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് മിഡ്ഫീൽഡ് ഉണ്ട് അവർക്ക് ആക്ച്വലി. അങ്ങനെ ഒരു മിഡ്ഫീൽഡ് അങ്ങനെ ഈ 2-3 പ്ലേയേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഏറ്റവും മോശം മിഡ്ഫീൽഡ് ഒന്നും ആവുന്നില്ല. അവർക്ക് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ്സിൽ ഒന്ന് തന്നെയാണ് ഈ 3 പ്ലേയേഴ്സ്. കാരണം ജാവോ നെവസ്, വിറ്റീനിയ, ബ്രൂണോ ഫെർണാണ്ടസ്, ഇപ്പം ബെർണാർഡോ സിൽവ റൈറ്റ് വിങ് കളിച്ചാലും ഹി വിൽ കവർ ഗ്രൗണ്ട്. പുള്ളി റൈറ്റ് സൈഡ് മൊത്തം നോക്കിക്കോളും. അപ്പോ അത് വെച്ച് നോക്കുമ്പോ ഈവൻ പക്ഷെ ഗണേശൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ദേ കുഡ് ഹാവ് പിക്ഡ് പലീഞ്ഞ ഇൻസ്റ്റെഡ് ഓഫ് എ ഫോർത്ത് ഗോൾ കീപ്പർ. പലീഞ്ഞ അവിടെ ഉണ്ടായിക്കോട്ടെ. അല്ല, ഫോൾ ഗോൾ കീപ്പർ ആക്ച്വലി എന്താ പറയാ, ഒരു ഔട്ട്ഫീൽഡർ പ്ലെയറിന് പകരം വന്നതല്ല. അതൊരു ഫിഫ റൂള് ട്വീക്ക് ചെയ്തതാണ്. 26 അവർക്ക് ചെയ്യാൻ പറ്റൂ. 27th പ്ലെയറിനെ കൊണ്ടുപോകണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ ഗോൾ കീപ്പർ. ലോജിക്ക് പറഞ്ഞ കാര്യമല്ലോ, അങ്ങനെ കുത്തിക്കയറ്റതാണ്. ബട്ട് ഈ ഒരു സാധനത്തിൽ ഇപ്പം പൊളിഞ്ഞ എന്നുള്ളതല്ല, ഞാൻ കാണുന്നത് ഇന്നത്തെ ഗണേശ് സൂചിപ്പിച്ച സാധനമാണ്. വെൻ ഇറ്റ് കംസ് ടു ഏരിയലി വീക്ക് പ്ലെയർ ഇൻ സെന്റർ ബാക്ക്, ന്യൂനോ മെൻഡസ് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇവര് മിഡ്ഫീൽഡ് ടൈറ്റ് ആയിരിക്കും. കംപ്ലീറ്റ്ലി എഗ്രി. മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്തിട്ട് ഏരിയലി ചെയ്യുകയാണെങ്കിൽ 2 പ്ലെയറിന് ഒരുമിച്ച് ലെഫ്റ്റ് ബാക്കിന്റെ ആ വോയിഡ് അവര് അറ്റാക്ക് ചെയ്യാൻ നിന്നാൽ ദർ ഇസ് എ ചാൻസ് ഫോർ കൗണ്ടർ അറ്റാക്ക്. ഇവർ അത്രയും ഹൈലൈൻ കളിക്കുമെന്നല്ല പറയുന്നത്, ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ടീം അതിന് കൂടുതൽ ഒരെണ്ണം ആഡ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു ടൈം ബേസിസിൽ കറക്റ്റ് ആയിരിക്കും. ഓപ്പോണൻസ് കൊളംബിയയും DR കോങ്കോ ഒക്കെയാണ്. അവന്മാര് ട്രാൻസിഷൻ ബേസ്ഡ് കളിയാണ്. പക്ഷെ ദ കൈൻഡ് ഓഫ് ടെക്നിക്കൽ പ്ലേയേഴ്സ് മിഡ്ഫീൽഡ് ഉണ്ടെങ്കിൽ അവർക്ക് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ ടീമിൽ കാണുമ്പോൾ പേസ് എന്ന് പറയാൻ അതാ ഞാൻ ഫോർവേഡ് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. നല്ല ഇതൊരു അതെ, ഫോർവേഡ്സിലേക്ക് പോവാം. ഫോർവേഡ്സ് യാവോ ഫെലിക്സ്, പിന്നെ ഫ്രാൻസിസോ ട്രിൻകാവോ, ഫ്രാൻസിസോ കോൺസെസോ, പെഡ്രോ നെറ്റോ, റാഫേലിയോ, ഗോൺകാലോ ഗുഡസ്, ഗോൺകാലോ റാമോസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നെ അപ്പൊ അതാ പറഞ്ഞത്, ഈ ടീം if you look at it, it's not a team. ഇതിനകത്ത് 2 പേസി ആൾക്കാരുണ്ട്, ലിയാവോയും നെറ്റോ. ബാക്കിയെല്ലാം ഒരു ടെക്നിക്കൽ പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ ജാവോ ഫെലിക്സ് ആയിക്കോട്ടെ, യുവർ ഗോൺസാലോ റാമോസ് ആയിക്കോട്ടെ. I think one of Gonzalo Ramos or Ronaldo will play. Both of them won't play. അപ്പോ it's gotta be a possession team. അവര് സ്ലോവർ, പൊസിഷൻ, പ്രിസൈസ്. എനിക്ക് ഈ ടീം കാണുമ്പോൾ തോന്നുന്നത് അതാണ്. ബിക്കോസ് ബ്രൂണോ വിൽ ഫൈൻഡ് whoever is playing up front. He will find them. Completely agree. Yeah. സംഭവം എന്ന് വെച്ചാൽ as in a വേൾഡ് കപ്പ് ഒരു ഇവന്റ് നോക്കുമ്പോൾ ഇവർ എങ്ങനെ പൊസിഷൻ കൊണ്ടുവന്നാൽ there is one chance of counter attack. അതിന് ഓൺ ദ ഗ്രൗണ്ട് ആവണം എന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഈ 1 ഡയഗണൽ പാസ് ഒരു ലെഫ്റ്റ് ബാക്ക് റൈറ്റ് വിങ്ങിലേക്ക്, ആ ഒരു ക്രോസ്, ദാറ്റ്സ് വെയർ ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട്. കാരണം ഡിയാഗോ കോസ്റ്റയുടെ ഫുട്ബോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നു, അയാൾക്ക് പേടിയില്ല. കളിക്കട്ടെ.
അല്ല നമ്മള് ഈ മറ്റു മാനേജേഴ്സ് ഡിഫെൻസീവായ അല്ലെങ്കിൽ DM-കളെ കൊണ്ട് നിറച്ചുകൊണ്ടും ഡിഫെൻസീവ് ടീം പ്ലേയേഴ്സിനെ കൊണ്ട് നിറയ്ക്കുമ്പോൾ ഇവിടെ ഒരാൾ ബോൾ പ്ലേയിങ് പ്ലേയേഴ്സ്, ടെക്നിക്കൽ പ്ലേയേഴ്സ്, ഐ മീൻ ലുക്ക് അറ്റ് ഇറ്റ്, ജാവ് നെവേസ്, വിറ്റീഞ്ഞ, ജാവ് ഫെലിക്സ്, യുവർ കോൺസെൻസാവ്, ബെർണാഡോ സിൽവ, even Ruben Neves, all of them are like silky with the ball. So അത് വെച്ച് he expects his team not to എന്താ പറയാ കീപ് ദ ബോൾ, ക്രിയേറ്റ് ചാൻസസ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഇസ് വൈ ഐ പേഴ്സണലി ഗോട്ട് എക്സൈറ്റഡ്. എനിക്കിപ്പോ സ്പെയിനിന്റെ സ്ക്വാഡ് കാണുമ്പോഴും നമ്മള് ജർമ്മനിയുടെ സ്ക്വാഡ് കാണുമ്പോഴും കാണുന്ന ഒരു സുഖം ഈ സ്ക്വാഡിലുണ്ട്. ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു പ്ലേ ഫ്രണ്ട് ഫുട്ട് ഫുട്ബോൾ. അതേ കളിക്കാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു പലീഞ്ഞ പോലൊരു പ്ലെയർ ഹി കുഡ് ഹാവ് കെപ്റ്റ് ആസ് എ ഇൻഷുറൻസ് പോളിസി ജസ്റ്റ് ഇൻ കേസ്. എന്താ പറയാ, ഒരു 1-0 ലീഡിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷോർ അപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്ലെയർ ഇപ്പൊ റൂബൻ നെവേസും ഈ സാമുവൽ കോസ്റ്റ മാത്രമേ കാണുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വെയർ ഐ ഫീൽ. ആൻഡ് അവിടെയും സി മാത്യൂസ് നൂനസ് ക്യാൻ പ്ലേ DM. He can play. He has played. So ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇവരുടെ ഫ്രണ്ട്ലീസ് നോക്കിയപ്പോ സാമുവൽ കോസ്റ്റ പ്ലേഡ് ആസ് എ റൈറ്റ് ബാക്ക്. അപ്പോ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് വി ഷുഡ് എന്താ പറയാ, റോബർട്ടോ മാർട്ടിനസ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കട്ടെ. അത് കളിക്കട്ടെ. നമ്മള് എല്ലാം ഈ ക്യാൻ പ്ലേ ആണ്, വിൽ പ്ലേ എന്ന് പറയാൻ പറ്റില്ല. കളിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മള് പറയുന്ന പോസിബിൾ ഇത് പറയുന്ന ഈ മിഡ്ഫീൽഡിലേക്കും ഡിഫൻസിലേക്കും നടക്കുള്ള ഒരു ആ സ്പേസ് ആണ്. ആ സ്പേസ് അവര് ഒരു ടാർഗറ്റ് മാൻ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. രണ്ട് വൈഡ് ഫോർവേഡ് സ്പേസ് ഉള്ളവരുണ്ടെങ്കിൽ അവിടെ തീരും കളി. ഫെയർ എനഫ്. എനിക്ക് ഒരു നെഗറ്റീവ് എനിക്കൊരു ഇത് തോന്നുന്നത്, സാമുവൽ കോസ്റ്റ അല്ലാതെ മിഡ്ഫീൽഡില് ഫിസിക്കാലിറ്റി കുറവുണ്ട്. റൂബൻ നെവസ് ഉണ്ട്. എനിക്ക് ഞാൻ പറയുന്നത്, എനിക്ക് റൂബൻ നെവസ് ആണ് ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. റൂബൻ നെവസ് വിത്ത് വിറ്റീനിയ, എനിക്ക് കാരണം അവര് എക്സ്പീരിയൻസിന് വേണ്ടി പോവാൻ സാധ്യതയുണ്ട്. ഈ ക്യാൻ ഡ്രോപ്പ് ഡീപ് പ്ലേയിങ് പ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റും. ഡിഫൻസീവ് മിഡ്ഫീൽഡ് അല്ല, ഡീപ് പ്ലേയിങ് പ്ലെയർ DLP ആയിട്ട് കളിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ ടാക്ടിക്സ് പറയുന്നതല്ല. ആള് മറ്റേ എന്താ പറയാ, സൗദി ലീഗിൽ സെന്റർ ബാക്ക് വരെ കളിപ്പിച്ചിട്ടുണ്ട്. സോ ഇത്ര ഏജ് ഇഞ്ചറി ആയപ്പോ അപ്പൊ ഡീപ് പ്ലേയിങ് പ്ലെയർ ആയിട്ട് ആൾക്ക് കളിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് റൂബൻ നെവസ് ആയിരിക്കും ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാന്ന് തോന്നുന്നത്. ഇപ്പൊ ക്രിസ് പറഞ്ഞ പോലെ റൈറ്റ് വിങ് ഫോർവേഡ് ബെർണാഡോ സിൽവ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ കളിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പെഡ്രോ നെറ്റോ ഉണ്ട്, കോൺസെക്കാവും ഉണ്ട്, പിന്നെ ടോപ്പ് ഫോമിൽ ട്രിൻകാവും മറ്റേ ഗൊൻസാലോ ഗേഡസ് രണ്ടുപേരും ടോപ്പ് ഫോമിലുള്ളത് അവരവരുടെ ലീഗില്. അപ്പോ അങ്ങനെയൊക്കെ വെച്ച് റഫേലിയോ ആ സൈഡിൽ എന്തായാലും കളിക്കും. പക്ഷെ അവന്റെ ഈ പറയാ ഈ ക്യാരക്ടറിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വഭാവം എപ്പോഴാണ് മാറാന്നില്ല. പെട്ടെന്ന് ഈ ചൂടായി പ്ലേയേഴ്സ് ഉന്തും തള്ളിയൊക്കെ പറഞ്ഞ് റെഡ് മേടിച്ചോണ്ട് പോകും. സോ ഏത് സമയത്തും ഈ മറിയോ ബലോട്ടലിയുടെ ജൂനിയർ പോലെയാണ്. മറിയോ ബലോട്ടലിയുടെ ജൂനിയർ ആണ്. എപ്പോ വേണമെങ്കിൽ റെഡ് മേടിച്ചു പോകാൻ പറ്റും. അമ്മാതിരി ആറ്റിറ്റ്യൂഡ് ആണ്. റഫറിയുടെ ചിലപ്പോ വലുതും പറഞ്ഞൊന്ന് വരും. നമുക്കിപ്പോ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ യെല്ലോ കിട്ടും. അപ്പോ അത് പിന്നെ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് യെല്ലോ കിട്ടും, റെഡും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്യൂ വരുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ആ പ്ലെയർ മാൻ മാനേജ്മെന്റ് കൂടുതൽ ഫ്രണ്ട്ലിയിൽ പോലും റെഡ് മേടിച്ചു. അതാണ് ഞാൻ പറയുന്നത്. എന്ത് സംഭവിക്കും? കാരണം ഇപ്പൊ റോബർട്ടോ മാർട്ടിനസ് ഫുട്ബോൾ പറഞ്ഞ സ്ഥിതിക്ക് റൊണാൾഡോ എന്താ പറയാ സെന്റർ ആയിട്ടുള്ള ഗെയിം അല്ല അവിടെ കളിക്കുന്നത്. അപ്പോ കൂടുതലും റൊണാൾഡോ ഇല്ലാത്ത സമയത്താണ് ടോട്ടൽ ഫുട്ബോൾ. പലപ്പോഴും ബോറടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് റൊണാൾഡോ കളിക്കുമ്പോൾ. റൊണാൾഡോനെ സബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രീ ഫ്ലോ ഫുട്ബോൾ, ആ ഒരു പ്രഷർ ഇല്ലാതെ മേ ബി പ്ലേയേഴ്സിന് ഉണ്ടാവായിരിക്കും റൊണാൾഡോ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ റൊണാൾഡോ ആ എക്സ്പെക്ടേഷന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി രക്ഷപ്പെടും. ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന പോലെ ഗോൺസാലോ റാമോസിനെ കൊണ്ടുവരാനും സാധ്യത. ഈ സ്ക്വാഡില് എനിക്ക് അതാണ് ഈ രണ്ട് പേസി വിങ്ങേഴ്സ് ഉണ്ട്. പെഡ്രോ നെറ്റോ ഉണ്ട്, റഫേലിയാവോ ഉണ്ട്. റൊണാൾഡോ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഗോൺസാലോ റാമോസ് ഉണ്ട്. അപ്പോ റൊണാൾഡോന്റെ ഒരു ഇപ്പൊ റൊണാൾഡോന്റെ ഗെയിം മാറി ഒരു സെന്റർ ഫോർവേഡ് അല്ല, സ്ട്രൈക്കർ ST അവിടെ എത്തിയിട്ടുണ്ട് പുള്ളി. സോ എനിക്ക്
റൊണാൾഡോന്റെ ഇൻക്ലൂഷനിൽ ടാക്ടിക്കൽ ചേഞ്ച് എന്താണ് എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ഇഫ് യു ട്രീറ്റ് ഹിം ലൈക്ക് എ പ്രോപ്പർ സെന്റർ ഫോർ, ലൈക്ക് എ സ്ട്രൈക്കർ. എന്താണ് സുദീപിന് തോന്നുന്നത്? അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. ഇത് ശരിക്കും റൊണാൾഡോന് വേണ്ടി റൊണാൾഡോന്റെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പാകത്തിലുള്ള സ്ക്വാഡ്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫോർവേഡ് ലൈനപ്പില് ഈ ഗോൺകാലോ റോമോസ് ഒക്കെ നമ്മൾ PSG മാച്ച് കാണുമ്പോഴൊക്കെ മിക്കവാറും ബെഞ്ചിലായിരിക്കും. മെയിൻ കളികളൊക്കെ മറ്റേ ലീഗിൽ കുറെ കളികൾ കളിച്ചിട്ടുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ മെയിൻ കോമ്പറ്റീറ്റീവ് മാച്ച് വരുമ്പോഴൊക്കെ മിക്കവാറും ആള് ബെഞ്ചിലായിരിക്കും. അപ്പോ പിന്നെ ബാക്കിയുള്ള പ്ലേസ് ഇപ്പൊ റാഫേലിയ ഒക്കെ ഉണ്ടെങ്കിലും ഔട്ട്പുട്ടൊക്കെ എല്ലാവരും കുറവാ. ഇവരുടെയൊക്കെ നെറ്റോനെ അറിയാം, നമുക്ക് ഒരുപാട് ഓടും പക്ഷെ ഔട്ട്പുട്ട് കുറവാ. കോൺസസ് ആവോ ഇതുപോലെ ഒരുപാട് ഒരു ഡോക്കു ടൈപ്പ് ഒക്കെയാണ് സ്റ്റൈല്. അങ്ങനെ ബോക്സിലേക്ക് ഓടിക്കേറും. പക്ഷെ ഈ ഗോൾ സ്കോറേഴ്സ് ആക്ച്വലി കുറവാണ്. അവിടെയാണ് ഈ റൊണാൾഡോയുടെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഈ ലൈനപ്പ് നോക്കിയ സ്ട്രൈക്കർ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാൻ ചാൻസ് അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉള്ളത് റൊണാൾഡോ ആണ്. അപ്പോ ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ ശരിക്കും കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. റൊണാൾഡോ ഫോർവേഡ് സ്ട്രൈക്കർ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ റാഫേൽ ലിയോന് ഡിഫൻസ് സ്ട്രെച്ച് ചെയ്യാം. റൊണാൾഡോന്റെ ഒരു ആ എക്സ്പീരിയൻസും നേരത്തെ തന്നെ അറിയാം. ബോക്സിൽ കൃത്യമായിട്ട് സ്പേസ് കണ്ടുപിടിച്ച് അവിടെ എത്താൻ ആ ഒരു സ്പെഷ്യൽ കഴിവുണ്ട് റൊണാൾഡോ. അപ്പൊ അങ്ങനെ സ്പേസ് എത്തി അവിടെ റാഫേൽ ലിയോന് വേണമെങ്കിൽ ക്രോസ് ഇട്ട് എടുക്കാം. എനിക്ക് തോന്നുന്നത് റൈറ്റ് സൈഡിൽ ബെർണാഡോ സിൽവ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിലും കുറച്ചുകൂടി നല്ല നെറ്റോ ആയിരിക്കും ഫീൽ ചെയ്യാം. നെറ്റോന് ഇതുപോലെ തന്നെ ഡിഫൻസ് സ്ട്രെച്ച് ചെയ്യാനും പന്തും കൊണ്ട് ഒരുപാട് ഓടാൻ മാത്രമല്ല നന്നായിട്ട് ക്രോസ് ചെയ്യും. നെറ്റോന്റെ ക്രോസില് ഒക്കെ റൊണാൾഡോന്റെ ആ ഫിസിക്കൽ പ്രസൻസില് ഹെഡ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പ്ലേയേഴ്സ് എല്ലാവർക്കും റൊണാൾഡോന് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പൊ ആ റൊണാൾഡോന്റെ ആ ഒരു മറ്റേ കഴിവും മാക്സിമം ആ ഔട്ട്പുട്ട് കൂടുതൽ ഉണ്ടാക്കാൻ പാകത്തിന് കൃത്യമായിട്ടുള്ള പ്ലേയേഴ്സ്, പല പ്രൊഫൈലിലുള്ള പ്ലേയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ റാഫേൽ ലിയാവിന്റെ പോലെ അല്ല ഗുവേഡസ് ആ സൈഡിൽ കളിക്കുക. ബെർണാഡോ സിൽവ കുറച്ചും കൂടി ബോക്സിന്റെ ഉള്ളിലേക്ക് സ്പേസ് കണ്ട് നല്ല പാസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. അപ്പൊ അവർക്ക് ആ ഒരു തരത്തിലുള്ള പ്ലെയർ ആവണമെങ്കിൽ അങ്ങനെ കളിപ്പിക്കാം. അതല്ല കുറച്ചും കൂടി നെറ്റോ ടൈപ്പ് പ്ലെയർ ആണ് അവിടെ വരണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺസസാവോ ടൈപ്പ് പ്ലെയർ ആണ് അവിടെ ഇറങ്ങണ്ടെങ്കിൽ അതപ്പോ അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഡാണ്. പക്ഷെ ഇതിലെല്ലാം റൊണാൾഡോന്റെ ഫോക്കസ് പോയിന്റ് ആയിട്ട് ശരിക്കും കളിക്കാൻ പറ്റുന്നതും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് റൊണാൾഡോന്റെ കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ആവില്ല റൊണാൾഡോ ഒരുപാട് ഗോൾ അടിക്കുന്ന ഒരു വേൾഡ് കപ്പും കൂടി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റൊണാൾഡോന്റെ ഒരു ഇപ്പോ ഇത് റൊണാൾഡോന്റെ വേൾഡ് കപ്പ് ആയി ശരിക്കും ജോട്ട ഒരു മിസ്സാണല്ലേ? ജോട്ട ഡെഫിനറ്റ്ലി മിസ്സാണ്. ജോട്ട കളിക്കുകയാണെങ്കിൽ റാമോസിന്റെ മുന്നേ തന്നെ വരും. ലെഫ്റ്റ് ഫോർവേഡ് ആയിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ് വിങ്ങിലും കളിക്കും. എങ്ങനെ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് കളിക്കും. ഇത് പറയുമ്പോ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഈ ചിലിയുടെ കൂടെ ഇപ്പൊ ഒരു ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു അല്ലെ? റൊണാൾഡോ ഗോൾ സ്കോറിംഗ് പൊസിഷനിൽ വേറെ പ്ലേയേഴ്സ് ഉണ്ടായിട്ടും ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആംഗിളിലേക്ക് പോയിട്ട് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തു, ഡിഫൻഡർ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ 2-3 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നത്തെ കളി ഞാൻ കുറെ കണ്ടിരുന്നു. ഈ ജോ കാൻസലോയും പാസ് ചെയ്തില്ല റൊണാൾഡോയ്ക്ക്, വേറെ ബ്രൂണോ ഫെർണാണ്ടസും പാസ് ചെയ്തില്ല. അതായത് ആ റൊണാൾഡോയ്ക്ക് പാസ് ചെയ്യാത്തപ്പോ റൊണാൾഡോ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴാണ് പാസ് ചെയ്യാത്തത്. കവറൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പാസ് ചെയ്യാൻ പോകുന്ന അത് കിട്ടാത്തൊരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. അത് ആരും ഇവര് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. സുദീപ് പറഞ്ഞപ്പോ റൊണാൾഡോ ആയിരിക്കും മറ്റേ മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യം തോന്നി. എന്തുകൊണ്ടാണ് ഇവര് നല്ലൊരു സ്കോറിംഗ് പൊസിഷനിൽ റൊണാൾഡോ എത്തിയിട്ട് റൊണാൾഡോനെ പിക്ക് ചെയ്യാത്തത്? ക്യാൻസൽ ആവട്ടെ, ഹൂവർ ഇറ്റ് ഈസ്. അപ്പോ അതും പിന്നെ റൊണാൾഡോ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ സ്കോറിംഗ് പൊസിഷനിൽ ഉള്ളപ്പോ പാസ് ചെയ്യാത്തത്? ഇത് രണ്ടും എനിക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത് രണ്ടും സോൾവ് ചെയ്താൽ മാത്രമേ ഗോൾ അടിച്ച് ടീം ജയിക്കുള്ളൂ. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ജയിക്കുന്ന കാര്യമല്ല നമ്മൾ പറയണ്ടേ. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ആദ്യം തന്നെ പറഞ്ഞപ്പോ ഈ കുറെ പ്ലേയേഴ്സിന്റെ അവസാനത്തെ വേൾഡ് കപ്പാണ്. ബാക്കി മെസ്സി കപ്പടിച്ചു, മെസ്സി വേൾഡ് കപ്പ് ഉണ്ട്. റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് അടിക്കണമെങ്കിൽ ഒന്നില് ടീമിന് വേണ്ടി റൊണാൾഡോ കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഈസ് എ ടീം പ്ലെയർ ഇല്ല എന്ന് പറയുന്നില്ല.
ഈ രണ്ട് ഇഷ്യൂസ് സോൾവ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ പ്ലേയേഴ്സ് റൊണാൾഡോന് പാസ് ചെയ്യണം, ഇല്ലെങ്കിൽ ടീം ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ് റൊണാൾഡോ ലേ ഓഫ് ടു സമ്മൺ. സ്കോറിംഗ് പൊസിഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീം ജയിക്കുമല്ലോ. നമ്മൾ കണ്ടു റൊണാൾഡോക്ക് എത്രത്തോളം ടീം സ്പിരിറ്റ് ഉണ്ടെന്ന്. യൂറോ കപ്പ് അടിക്കുമ്പോ സൈഡ് ലൈനിന് കോച്ചിന്റെ പുറകെ ടാക്ടിക്സ് ഒക്കെ പറഞ്ഞ് അവന്മാരെയൊക്കെ ഓടിപ്പിച്ച് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ റൊണാൾഡോ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ദിസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേജ്. വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ റൊണാൾഡോയ്ക്ക് ഒന്നുമില്ല. റൊണാൾഡോയ്ക്ക് കോപ്പ അമേരിക്കയിലൊന്നും പോയി കളിക്കാൻ പറ്റില്ല, യൂറോപ്യൻ കപ്പ് ആയതുകൊണ്ട്. യൂറോ കപ്പ് അടിച്ചു കഴിഞ്ഞു, നേഷൻസ് ലീഗ് അടിച്ചു കഴിഞ്ഞു, ഇതിപ്പോ വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതുമായി. അപ്പോ ടീമിനെ ആലോചിച്ചിട്ട് ഈ 1000 ഗോളൊക്കെ സൈഡിലേക്ക് മാറ്റി കുറച്ചു കാലം വെയിറ്റ് ചെയ്യുക, സൗദിയിൽ പോയിട്ട് പിന്നെ അടിച്ചു കൂട്ടുക, 1000 ഗോളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആക്കുക. അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ടീമിന് വേണ്ടി നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്, ഇപ്പൊ സുദീപ് പറയുന്ന പോലെ റൊണാൾഡോ സെൻട്രിക് ആയിട്ട് കളിക്കാൻ ഉള്ള പ്ലേയേഴ്സും ഉണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ആക്ച്വലി റൊണാൾഡോയുടെ ഒരു നല്ലൊരു സീസൺ ആവട്ടെ എന്ന് പറയാം. സോറി, എന്തോ കണക്ഷൻ ഇഷ്യൂ വന്നതാണ്. നമുക്ക് ഗ്രൂപ്പ് നോക്കിയാലോ? അവിടെയാണ് ഇൻട്രസ്റ്റിംഗ്. പോർച്ചുഗൽ ഇസ് വേൾഡ് റാങ്കിങ് 5. അപ്പോ അതേ സീഡഡ് ടീം, അവരുടെ റൂട്ട് നല്ല റൂട്ടാണ്, പറഞ്ഞോ? ഗ്രൂപ്പിലേക്ക് പറയാം. ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പ് കെ ആണ്. ഗ്രൂപ്പ് കെയില് കൊളംബിയ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, കോങ്കോ ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് മാച്ചിന്റെ ഓർഡർ പറയാം. ആദ്യത്തെ മാച്ച് കോങ്കോ ആയിട്ടാണ് 17-ാം തീയതി, പിന്നെ 23-ാം തീയതി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ മാച്ചാണ് കൊളംബിയ ആയിട്ടുള്ള മാച്ച് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചസ്. എനിക്ക് ഇത് നോക്കിയിട്ട് 3 മാച്ചും ജയിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 3 മാച്ചും ജയിച്ച് അവര് ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിട്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ 2 കളി എന്തായാലും അവർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കൊളംബിയ മാത്രമാണ് അവർക്ക് കുറച്ചുകൂടെ ഒരു ഹാർഡർ. കൊളംബിയയും 13-14 എന്തോ ആണ് റാങ്കിങ് ഉള്ളത്. അത് ഗ്രൂപ്പ് ടോപ്പേഴ്സ് ആരാൻ തീരുമാനിക്കുന്ന ഒരു ഗെയിം ആയിരിക്കണം. ബാക്കി 2 കളികളും കൊളംബിയയും ജയിക്കും, പോർച്ചുഗലും ജയിക്കും. അവസാനത്തെ കളി പ്രോബബ്ലി ആര് ജയിക്കുന്നു അവര് ഗ്രൂപ്പ് ടോപ്പേഴ്സ് ആവും. സമനിലയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 കളിയിൽ ആരടിച്ചു കയറ്റുന്നു അത്രക്കും. പക്ഷെ ഇതിൽ റൊണാൾഡോനെ സ്പാർസ്ലി യൂസ് ചെയ്തിട്ട് നോക്കൌട്ടിലേക്ക് എത്തുമ്പോൾ എനർജി കൺസേർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇഷ്യൂ ഈ വേൾഡ് കപ്പിൽ ഇല്ല. കാരണം 48 ടീമുണ്ട്. ഒരു കളി കഴിഞ്ഞ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ടൈമുണ്ട്. ഇപ്പൊ ആഴ്ചയുടേതല്ല, ഒരു വിന്നിങ് അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം ഗണേഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രണ്ട്ലിയിൽ സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ. അത് ഒരു വേൾഡ് കപ്പ് ഇവന്റിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് തമ്മിൽ തന്നെ ഒരു ആവശ്യമില്ലാത്ത ഒരു ചേരിതിരിവുണ്ടാവും. ബ്രൂണോ റൊണാൾഡോ എന്നുള്ള സ്പാറ്റ് ഉള്ളത് ഇപ്പോഴൊന്നല്ല, കുറച്ച് കാലം മുന്നേ കേൾക്കുന്നുണ്ട്. അവര് യുണൈറ്റഡിലായ കാലം മുതലേ കേൾക്കുന്ന ഒരു സാധനമാണ്. അത് പോർച്ചുഗൽ നാഷണൽ ടീമിനും ഇതിന് മുന്നേയും അങ്ങനത്തെ കുറെ എന്താ പറയാ റിപ്പോർട്ട്സും റൂമേഴ്സും ഉണ്ടായിരുന്നു, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതൊരു വേൾഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വലുതാക്കണോ എന്നുള്ളതാണ് ഇവിടെ. അങ്ങനെയൊക്കെ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഉണ്ടായിരുന്നു. അതാണ് ഞാനത് പറയാൻ കാരണം. റൊണാൾഡോനെ പാസ് ചെയ്യുന്നില്ല, റൊണാൾഡോ തിരിച്ചും ഗോൾ സ്കോറിംഗ് ചാൻസിൽ കിട്ടും. അതായത് ഇഷ്യൂ തുടങ്ങുന്നത് ടീം ജയിക്കാൻ പോകുന്ന സിറ്റുവേഷനിൽ സെൽഫ് കളിക്കുന്ന പോലെയാണ് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ മറിച്ച് ആരും അങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. പോർച്ചുഗീസ് ഫാൻസ് എന്ന് പറയട്ടെ, എന്താണ് വാട്ട് ഡു ദേ ഫീൽ അബൌട്ട് ദിസ്? എനിക്ക് മൈ എക്സ്പെക്ടേഷൻ ഈസ് ദാറ്റ് ബ്രൂണോ ആണെങ്കിലും അല്ല, ഇത് ഈ സംഭവം പീക്കിലെത്തിയിട്ട് ജോ കാൻസലോ പ്രസ് മീറ്റ് വെച്ച് പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങള് ഭയങ്കര യൂണിറ്റി ആയിട്ടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജോ കാൻസലോ മാത്രം ഒരു പ്രസ് മീറ്റ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ആ ഒരു ആംഗിളിലേക്ക് ഇവർ ഒതുങ്ങി പോവുകയാണെങ്കിൽ, അതായത് റൊണാൾഡോ തന്നെ ഗോൾ അടിക്കണം അല്ലെങ്കിൽ റൊണാൾഡോ ഗോൾ അടിച്ചിട്ട് ഞങ്ങൾ ജയിക്കുന്നു എന്ന് പറഞ്ഞൊരു ആംഗിളിലേക്ക് അവര് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ടീം മൊത്തത്തിൽ സൾക്കാവാനും അവിടെ ഫൈനലിലേക്ക് എത്താണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താ അറിയോ, എനിക്ക് ഒരു സാധനം പറയാനുള്ളത്, ഐ ഫീൽ ഈ പോർച്ചുഗീസ് സ്ക്വാഡില് എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദ PSG ഇൻഫ്ലുവൻസ്
there are a lot of players who have been there and done it. പണ്ട് റൊണാൾഡോ ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുറെ പിള്ളേരും. ഇപ്പം ബെർണാഡോ സിൽവ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം ഈ സ്ക്വാഡ് കാണുമ്പോ നൂനോ മെൻഡേസ്, റൂബിൻ ഡിയാസ്, ബെർണാഡോ സിൽവ, മാത്യൂസ് നൂനേസ്, വിറ്റീന്യ, ഈവൻ റഫേൽ ലിയാവോ, നിങ്ങളുടെ ഗോൺസാലോ റാമോസ്, ഇവരെല്ലാം ഇപ്പൊ വിന്നേഴ്സ് ആണ്. ലാസ്റ്റ് ഒരു 4 വർഷത്തെ ഒരു പീരീഡില് ഇവരൊക്കെ മൾട്ടിപ്പിൾ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയി മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഗുണം ഈ പറഞ്ഞ ഈഗോ ക്ലാഷുകളിലും ഈ പറഞ്ഞ എന്താ പറയാ ഒരു ബിഗ് ടൂർണമെന്റിൽ അങ്ങനെ ഇഷ്യൂ വരുന്നതിലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഐ തിങ്ക് എന്താ പറയാ, ഒന്ന് ജയിച്ചു തുടങ്ങിയാൽ വിന്നിംഗ് ടേസ്റ്റ് ഇല്ലേ, അത് വിൽ മേക്ക് യു പുട്ട് എവറിത്തിങ് എസൈഡ് ടു വിൻ. സോ ഐ തിങ്ക് ആ കാര്യത്തിൽ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഹാവ് എ പ്രോബ്ലം. കൊളംബിയ, വിനോ, നമ്മുടെ പഴയ ലൂയിസ് ഡിയാസും ഒക്കെ ഉള്ള ടീമാണ്. ഇപ്പോൾ മറ്റേ ഇയാൾ കളിക്കുന്നുണ്ടോ, ഹാവിയർ സോറി എന്നാലും പേര്, റോഡ്രിഗസ് ഇല്ലാതെ പിന്നെ വേൾഡ് കപ്പ് സ്റ്റാർ ആണ് പുള്ളി, വേൾഡ് കപ്പ് സ്റ്റാർ. അപ്പോ ഒരു ബോളി യെസ്. സോ അവന്റെ ഈ ബോൾ പ്ലേയിങ് എബിലിറ്റി തന്നെ മതി കൗണ്ടറാക്കി മാറ്റാൻ. അമ്മാതിരി ബോൾ പാസിംഗ് ആണ്. സോ കൊളംബിയ ലാസ്റ്റ് ഗെയിം ആയതുകൊണ്ടും ഇറ്റ് വോണ്ട് ബി ദാറ്റ് ടഫ്. ഫസ്റ്റ് ഗെയിം തന്നെ കോങ്കോ പിന്നെ പറഞ്ഞോ, ഗണേശൻ പറഞ്ഞു. അല്ല, നമ്മള് ഈ ക്ലൈമറ്റ് കാരണം ആഫ്രിക്കൻ ഇമ്പാക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോ ഈ കോങ്കോ പറയുന്ന ടീം നൈജീരിയയും കാമറൂണും ജമൈക്കനെയൊക്കെ തോൽപ്പിച്ചിട്ട് വന്ന ടീമാണ്. സോ അവര് ചില്ലറക്കാരല്ല. അപ്പോ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് അവിടെ പോയിട്ട് ഒരുപാട് ടയർഡായി എന്ന് കേട്ടു. നോർവേ പ്ലേയേഴ്സ് അവിടുത്തെ ഈ ചൂട് എൻജോയ് ചെയ്യുന്ന പോലെ ഒരു ന്യൂസ് കണ്ടു. അപ്പോ അങ്ങനെയുള്ളൊരു ഈ പറയുമ്പോ ഓൾട്ടർനേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോ പോർച്ചുഗൽ പ്ലേയേഴ്സും അവിടെ പോയാൽ ടയർഡ് ആവാൻ സാധ്യതയില്ലേ? കാരണം എല്ലാരും ഈ യൂറോപ്പിൽ കളിക്കുന്നതുകൊണ്ട് അവിടെ പോയ ഒരു ഫെറ്റീഗിന്റെ ഇഷ്യൂ വരാൻ സാധ്യതയില്ല. സ്പെയിനും പോർച്ചുഗലും നല്ല ചൂട് സ്ഥലങ്ങളാണ്. ഇറ്റ്സ് നോട്ട് കമ്പയർഡ് ടു യുവർ ഇംഗ്ലണ്ടും ഫ്രാൻസും നോക്കുമ്പോൾ പോർച്ചുഗീസ് പ്ലേയേഴ്സ് ആർ ക്വൈറ്റ് യൂസ്ഡ് ടു ഇറ്റ്. പറയാം, പക്ഷെ ഇത്രയും കാലം അവര് കളിക്കുന്നത് വേറെ രാജ്യത്തല്ലേ, അപ്പോ അതുകൊണ്ട് മാത്രം ചോദിച്ചു. സൗദി കളിക്കുന്ന അണ്ണന് ഈറ്റൊരു വിഷയമാവാൻ ചാൻസ് ഇല്ല. അയാള് കളിക്കും ഉറപ്പാണ്. ബാക്കിയുള്ള റൊണാൾഡോ ഓടും. ഗ്രൂപ്പ് സ്റ്റേജ് ഐ തിങ്ക് ദേ വിൽ ബി ഗ്രൂപ്പ് വിന്നേഴ്സ്. നമ്മുടെ അൺലെസ് ഒരു മേജർ എന്തെങ്കിലും ഈ പറഞ്ഞ ഈഗോ ക്ലാഷ് വന്നിട്ട് ആരെങ്കിലും ഇറങ്ങി പോകുന്ന ഓൺ ഫുട്ബോളിംഗ് ടേംസ് ദേ ഷുഡ് ബി ഗ്രൂപ്പ് വിന്നേഴ്സ്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് അവരുടെ റൂട്ട് പറഞ്ഞേ. അതെ അതെ അതെ, ഗ്രൂപ്പ് വിന്നേഴ്സ് ആവുകയാണെങ്കിൽ അവർക്ക് ചില ഗ്രൂപ്പുകളിലെ തേർഡ് പ്ലേസ്ഡ് ടീംസ് ആണ്, ഈ സീഡിങ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്. അതില് പല ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് ഇ, ഗ്രൂപ്പ് ഐ, ജെ, എൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ തേർഡ് പ്ലേസ്, ബെസ്റ്റ് തേർഡ് പ്ലേസ്. അപ്പൊ USA, തുർക്കി, പരാഗ്വേ, ഓസ്ട്രേലിയ അതൊരു ഗ്രൂപ്പ്. ജർമ്മനി, ഇക്വഡോർ, ഐവറി കോസ്റ്റ് അതിലാരെങ്കിലും തേർഡ് പ്ലേസ് വരുമ്പോ ഒരു ടഫ് ഗെയിം വരാം. സ്പെയിൻ, ഉറുഗ്വേ, സൗദി എന്നുള്ള ഗ്രൂപ്പില്. പിന്നെ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, യോർഡൻ, പിന്നെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നോർവേ, സെനഗൽ ആ ഗ്രൂപ്പ് ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് മറ്റേ ടീമായിരിക്കാം തേർഡ് പ്ലേസ് വരുന്നത്. അണ്ണൻ സൗദിക്കെതിരെ സൗദിക്കെതിരെ ഗോൾ 90+3 സൗദിക്കെതിരെ റൊണാൾഡോ ഗോൾ അടിക്കുന്നു, സൗദിനെ പറഞ്ഞയക്കുന്നു, തിരിച്ചു നാട്ടിൽ അങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു. പേപ്പറില് ഓൺ പേപ്പർ ഐ തിങ്ക് എന്തായാലും ക്വാർട്ടർ ഫൈനൽ എന്തായാലും കാണും. അടുത്ത റൗണ്ടിലേക്ക് കടക്കാം സുഖമായിട്ട്. അതെ, അടുത്ത റൗണ്ടില് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒരു ഹാർഡ് റൂട്ട് ഉണ്ട് ഫൈനലിലേക്ക്, പക്ഷെ ആദ്യം ഫേവറബിൾ റൂട്ട് പറയാം. വേണമെങ്കിൽ റൗണ്ട് ഓഫ് 32 അതായത് അടുത്ത റൗണ്ടിൽ ഓസ്ട്രിയ കിട്ടുക, അത് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട് ഓഫ് 16 കാനഡ, ക്വാർട്ടർ ഫൈനലില് ഉറുഗ്വേ, സെമി ഫൈനൽ ജർമ്മനി, പിന്നെ ഫൈനൽ അർജന്റീന. അങ്ങനെ ഒരു റൂട്ട് ഉണ്ട്. അതല്ല കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള റൂട്ട് ഉണ്ട്. ക്രൊയേഷ്യ,
അടുത്ത റൗണ്ടില്. അത് കഴിഞ്ഞ് പിന്നെ റൗണ്ട് ഓഫ് 16 അർജന്റീന, ക്വാർട്ടറിൽ സ്പെയിൻ, സെമിയിൽ ഫ്രാൻസ്, ഫൈനൽ ബ്രസീൽ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പോവാം. അപ്പൊ ഇതില് എന്തായാലും ഇവരുടെ ഒരു റാങ്കിങ്ങും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഫേവറബിൾ റൂട്ടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പലരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി പറയാം. മറ്റേ സിംസൺ ഒരുപാട് കാര്യങ്ങളിൽ പ്രഡിക്ഷനിൽ സിംസൺ കാർട്ടൂൺ അതില് കുറെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരു വലിയ പ്രഡിക്ഷൻ കാർട്ടൂണിൽ വന്നിട്ടുള്ളത് മെക്സിക്കോ പോർച്ചുഗൽ ഫൈനൽ വരും, അതില് പോർച്ചുഗല് ജയിക്കും എന്നുള്ളതാണ് കാർട്ടൂണില് വന്നിട്ടുള്ളത്. അപ്പോ എനിക്കത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മെക്സിക്കോ പോർച്ചുഗൽ നല്ല രസമായിരിക്കും. മെക്സിക്കോ ലൈക്ക് അവര് ഈ അവരുടെ ഈ എന്താ പറയാ പ്രോപ്പർ ലാറ്റിൻ അമേരിക്കൻ സ്റ്റൈലിൽ കളിക്കുന്ന കുറച്ച് ടീമുകളിൽ ഒന്നാണ്. വേറെ ഈ മിക്സഡ് യൂറോപ്യൻ സ്റ്റൈലൊന്നും കളിക്കാതെ ഫുൾ ആൻഡ് ഫുൾ അറ്റാക്കിംഗ് പേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. നോക്കാം, അതൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും മോഹം മാത്രം. ഇതൊരു എന്താ പറയാ ഒരു ഐക്കോണിക് ഹോളിവുഡ് സിനിമയാണെങ്കിൽ ഫൈനൽ വിൽ ബി പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന അല്ലേ? എന്റെ അമ്മേ, വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നെറ്റ്ഫ്ലിക്സ് സീരീസ് തന്നെ ഇറക്കി വരും. അതെ അതെ അതെ. ഒരു ഫ്രം എ കമേഴ്ഷ്യൽ ആംഗിൾ അത് ഫിഫയ്ക്ക് ഒരു വൻ നേട്ടമായിരിക്കും. എത്ര പേരാണ് ആ സീ സ്പോർട്സ് വെച്ചിട്ട് ഇരിക്കുക? അപ്പൊ ആ സീ സ്പോർട്സ് അല്ലേ മറ്റേ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അവന്മാർക്ക് കിട്ടുന്നതായിരിക്കും. അതല്ല സംഭവിക്കുക. സീ സ്പോർട്സ് വെച്ചിരിക്കുന്നതല്ല, കേരളത്തിലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും മുതൽ സിറ്റി ടൗണുകളിൽ വരെ എല്ലായിടത്തും ചെറിയ 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 സ്ക്രീനിങ്ങുകൾ ഫൈനലിന്റെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ, നാട്ടുകാരെല്ലാരും വന്ന് അങ്ങനെയുള്ള ഒരു സെറ്റപ്പില് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ ചിലപ്പോ ടി വിയിൽ പോലെ പലരും പ്രൊജക്ടറും അല്ലെങ്കിൽ LED വോളൊക്കെ എടുത്തിട്ട് നാട്ടിൻപുറത്ത് തന്നെ വലിയ ലൈവ് സ്ക്രീനിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്കൊക്കെ പോകും. അങ്ങനെ ഒരു ഫൈനൽ വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു സെമി എത്തും. അവർക്ക് ടീം ഉണ്ട്. They have a team. ഈ അടി തുടങ്ങിയാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. 8 ടീമില് എനിക്ക് തോന്നുന്നു അവൻ 5 ആളെ സെമി പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോ ഇല്ല, ക്വാർട്ടറാണ് കൂടുതലുള്ളത്. അല്ല, സെമി ഐ മീൻ ടീം വൈസ് അവർക്ക് ആക്ച്വലി ഫൈനൽ വരെ എത്താനുള്ള ഒരു ടീം അവർക്ക് ഉണ്ട്. ബട്ട് കുറെ പ്രശ്നങ്ങളും ഉണ്ട്, അത്ര സ്മൂത്ത് അല്ല. അതുകൊണ്ട് മേ ബി സെമിയിൽ പുറത്താവാനുള്ള ചാൻസ് ആണ്. ഗണേശ, എനിക്ക് ആകെ പറയാനുള്ളത് ഈ സെന്റർ ബാക്ക് പെയറിനെ കുറിച്ചാണ്. അത് അവര് മര്യാദയ്ക്ക് മിഡ്ഫീൽഡ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എനിക്ക് അതും തോന്നുന്നില്ല മിഡ്ഫീൽഡ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ സുദീപ് പറഞ്ഞ പോലെ മിഡ്ഫീൽഡേഴ്സിന്റെ റോള് പി എസ് ജി പോലെ ആവാതെ ഇറ്റ് മൈറ്റ് ബി ഡിഫറെന്റ് എന്ന് പറയുന്നു. അങ്ങനെ ഡിഫെൻസീവ് മറ്റേ റോള് ഒരുപാട് ജാവനേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ കുറയാൻ സാധ്യതയുണ്ട്. ആ ഡിഫെൻസീവ് ഡ്യൂട്ടി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പുറത്ത് ഹക്കീമിയും മർക്കീനിയോസും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള ഒരു സപ്പോർട്ട് റൂബൻ ഡിയസിനും അതുപോലെ തന്നെ കയറിപ്പോകുന്ന മത്തേസ് ന്യൂണസിനും ന്യൂണോ മെൻഡസിനും ഒന്നും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് പറയുമ്പോ ഈ ഒരു ഡിഫെൻസീവ് ഷേപ്പ് മര്യാദയ്ക്ക് അവർ ഹോൾഡ് ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഇപ്പൊ അവിൻ പറഞ്ഞ പോലെ സെമി ഫൈനൽ എത്താൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രഡിക്ഷൻ അവര് സെമി എത്തിയാൽ കപ്പടിക്കും, ഉറപ്പാണ്. കം ഡൗൺ. സെമി എത്തുകയാണെങ്കിൽ അതിന് മുന്നെയാണ് ഈ വരുന്ന പരീക്ഷണമൊക്കെ വരാൻ പോകുന്നത്. സെമി എത്തിയാൽ ഡെഫിനറ്റ്ലി അവര് കപ്പടിക്കും. പോർച്ചുഗൽ ഉറപ്പായിട്ട് അടിക്കും. പോർച്ചുഗീസ് സ്ക്വാഡിന് ഒരുപാട് കാര്യങ്ങൾ അവരെ ഫേവറിൽ പോണം. ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ എല്ലാരും ആ ബിഗ് സ്റ്റേജിൽ ഫൈനൽസ് കളിച്ച പ്ലേയേഴ്സ് ആണ്. അവർക്കറിയാം എങ്ങനെ ആ ഒരു ബിഗ് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽസ് നമുക്ക് അറിയാം. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കാണുന്ന തന്നെ വല്ലാത്ത ടെൻഷനാണ്, എപ്പോഴാ ഗോൾ വീഴാന്ന് അറിയില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവർ കൺട്രോൾ ചെയ്ത് കളിച്ച് പെനാൽറ്റി വരയ്ക്കും പോയിട്ട് ജയിച്ചവരാണ്. അപ്പോ അവർ ആ ഒരു സെമി ഫൈനൽ എത്തുകയാണെങ്കിൽ പഠിക്കാൻ നല്ല സാധ്യതയുണ്ട്.
എനിക്ക് അതാണ് സ്ക്വാഡില് അവർക്ക് ഇഫ് സംതിങ്സ് ഗോ ഇൻ ദിയർ ഫേവർ. കാരണം ഞാൻ ഈ ഇവരുടെ റൂട്ട് ടു ഫൈനൽ നോക്കുമ്പോഴും കുറച്ച് ഫേവറബിൾ ആണ്. അതിൽ ടെൻഷൻ ഇല്ലാത്തൊരു ഗ്രൂപ്പും അത് കഴിഞ്ഞൊരു ടെൻഷൻ ഇല്ലാത്ത റൗണ്ട് ഓഫ് 16 ഒക്കെയാണ് വരുന്നത്. സോ ഫോർമലായി കഴിഞ്ഞാൽ ഐ ഹാവ് ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ഓൺ ബ്രൂണോ, I have huge expectations on Ronaldo. I have huge expectations on the midfield. അതൊരു ശരിക്കും ഡാലോന്ന് കൂടി പറഞ്ഞാൽ പിന്നെ യുണൈറ്റഡ് ഫാൻ ആക്കിയാണ് എല്ലാരും കൂടി. ഏതാ മൂന്നാമത്തെ പേര് ഡിയാഗോ ഡാലോന്നും കൂടി ആക്കി തന്നെ യുണൈറ്റഡ് ഫാൻ ആക്കിയാണ് എല്ലാരും കൂടി. യുണൈറ്റഡ് ഫാൻ നമ്മുടെ ഇതിനകത്ത് ഇല്ല. അപ്പോ എനിവേ ദേ ഹാവ് എ വെരി ഗുഡ് സ്ക്വാഡ്. നമ്മൾ ഇത്രയും ഇത് കവർ ചെയ്തു. നാളെ നമ്മള് ഏതാണ് ഏഷ്യൻ ടീംസ് ആൻഡ് ആഫ്രിക്കൻ ടീംസ് വരും. അത് കഴിഞ്ഞ് ഗോൾഡൻ ബൂട്ട് കുറച്ച് രണ്ട് എപ്പിസോഡും കൂടി ചെയ്യുന്നുണ്ട്. സോ പോർച്ചുഗലിന്റെ ഫാൻസ് വേൾഡ് കപ്പ് വളരെ എന്താ പറയാ ഇൻട്രസ്റ്റ്. ഒരു മിനിറ്റ്, ഞാൻ സുദീപിനോട് ചോദിക്കാൻ പറഞ്ഞു. സുദീപിന്റെ പ്രഡിക്ഷൻ. എന്റെ പ്രഡിക്ഷൻ ഇപ്പൊ ഗണേശ് പറഞ്ഞല്ലോ, സെമിയിലെത്തിയാ ചെയ്യുന്നത്. സെമിയിലല്ല ഫൈനലിൽ എത്തുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവരുടെ മാത്രമല്ല ഇത് റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ്, അതുപോലെ യോട്ടെക്കിൽ ഒരു വേൾഡ് കപ്പ് കൂടിയാണ്. ഈ സുദീപ് പറഞ്ഞ ഇത് വലിയ പോയിന്റ് ആണ്. ആ സ്ക്വാഡിന് ആ എനർജി, ഒരു ഗ്രീഫിന്റെ എനർജി ഉണ്ടല്ലോ. ഇപ്പൊ ലിവർപൂളിന്റെ സീസൺ ഡിസിറ്ററേറ്റ് ആയത് നെഗറ്റീവ് എനർജി. പക്ഷെ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റില് ജോട്ടക്ക് വേണ്ടി വെൻ യു ഹാവ് ഡിസഗ്രിമെന്റ്സ്, വെൻ യു ഹാവ് എന്താ പറയാ ഇതേപോലെ ഈഗോ ക്ലാഷ് ഒക്കെ വരുമ്പോൾ എല്ലാവരെയും യൂണിഫൈ ചെയ്യാനുള്ള ഒരു ഗ്ലൂ ആയിട്ട് ജോട്ടയുടെ ഡ്രസ്സിംഗ് റൂമിലെ പുള്ളിയുടെ ആ ഇത് അവിടെ ഉണ്ടെങ്കിൽ, ബൂട്ടും ജേഴ്സിയും അവിടെ ഉണ്ടെങ്കിൽ, ഐ തിങ്ക് യു നെവർ നോ അല്ലെ, ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ വെൻ യു ആർ അബൌട്ട് ടു ഗോ പ്ലേ. ഇപ്പം ഈ ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് വെൻ യു ആർ അബൌട്ട് ടു എന്താ പറയാ, ഇഫ് യു ആർ ട്രെയിലിംഗ് 1 down or 2 down and you're going to the dressing room and you have Cristiano Ronaldo talking about Diego Jota and we have to play for him, that could our feel is in a sporting environment it can drive എന്താ പറയാ നിങ്ങളെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ആണത്. ഐ തിങ്ക് ദാറ്റ് വിൽ ബി സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. അപ്പൊ സുദീപിന്റെ ടീം ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലെ അവസാനത്തെ പ്രഡിക്ഷൻ സുദീപ് റിവീൽ ചെയ്തിരിക്കുന്നത് പോർച്ചുഗലാണ് വേൾഡ് കപ്പ് ജയിക്കാൻ പോകുന്നത്, റൊണാൾഡോ ആണ് കപ്പ് ഉയർത്താൻ പോകുന്നതെന്നാണ്. ബോബിന് പറയാം. അല്ല ഇവരെന്നെ നമ്മളിപ്പം അവര് എല്ലാവരും കൂടി ഇരുന്ന് ജോട്ടയുടെ വീഡിയോ ഗെയിം സെലിബ്രേഷൻ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് എൻറ്റയർലി ഒരു വേറെ ലെവൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഗെയിം എൻവയോൺമെന്റ് മാറും. അതെ, എക്സാക്ട്ലി. അപ്പോ ഇറ്റ്സ് നൈസ് ടു ഹാവ് ഡൺ ദിസ് സീരീസ്. നാളെ നമ്മള് ഏഷ്യയിലെ വമ്പന്മാർ, ആഫ്രിക്കയിലെ കൊമ്പന്മാർ, സുദീപിന്റെ ഫേവറേറ്റ്സ്, സുദീപിന്റെ യെസ്, സൗത്ത് അമേരിക്കനിലെ കുറച്ച് പറയേണ്ട കുറച്ച് രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്. അപ്പൊ നമ്മള് നാളെ അതായിട്ട് വരും.